ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞൊരു കാര്യം ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട്. അതായത് പ്രാചീന മധ്യകാല സാഹിത്യം എന്ന് നമ്മൾ പൊതുവായി കൈകാര്യം ചെയ്യുന്ന ഒരു 12-ാം നൂറ്റാണ്ട് തൊട്ട് 18-ാം നൂറ്റാണ്ടിന്റെ അന്ത്യഘട്ടം വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തെ നമുക്ക് അതിനകത്ത് ചെറിയ ഘട്ടങ്ങളായിട്ട് അല്ലെങ്കിൽ മറ്റ് ഘട്ടങ്ങളായിട്ട് വിഭജിക്കുന്നതിനകത്ത് പലതരം യുക്തിഭംഗങ്ങളുണ്ട് എന്നുള്ളത്. ആ യുക്തി ഭംഗങ്ങളുടെ അകത്തുള്ള ഒരു യുക്തി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് സംസ്കാരങ്ങൾ ഇടകലർന്നുകൊണ്ട് അനഗീകരിക്കപ്പെട്ട ഒരു തമിഴ് സാഹിത്യ പാരമ്പര്യവും ഒരു സംസ്കൃത സാഹിത്യ പാരമ്പര്യവും ഇവിടെ ഉണ്ടായിരുന്ന ഒരു നാടോടി സാഹിത്യ പാരമ്പര്യവും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് പല വഴികളിലായി തിരിഞ്ഞിരുന്ന ഒരു ഒരു മലയാളത്തിന്റെ ഒരു ആദ്യഘട്ടത്തെ ഒരു പക്ഷേ ഈ പറയുന്ന ആധുനിക മലയാളം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കുന്നതിന്റെ ഒരു 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 നമ്മളൊരു ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് എഴുത്തച്ഛനെ നമ്മുടെ സാഹിത്യ ചരിത്രങ്ങൾക്കകത്ത് ഭാഷാപിതാവ് എന്ന രീതിയിലോ അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിന്റെ പിതാവ് എന്ന രീതിയിലൊക്കെ നമ്മൾ ഉറപ്പിച്ചു വെച്ചതിന്റെ ഒരു യുക്തിക്കകത്തു നിന്നാണ് എഴുത്തച്ഛന് മുമ്പും പിമ്പും എന്ന് പറയുന്ന ഒരു 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 കാലഘടന ഉണ്ടാവുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ ഇപ്പൊ കിളിപ്പാട്ട് എന്ന് പറയുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ പല ആളുകളും പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ കിളിപ്പാട്ട് എഴുത്തച്ഛൻ കിളിപ്പാട്ട് രീതി അങ്ങ് തുടങ്ങി, അല്ലെങ്കിൽ എഴുത്തച്ഛൻ ഈ പറയുന്ന ആധുനിക മലയാളത്തിന്റെ ചേരുവ എന്നൊക്കെ പറയുന്ന ഈ സംസ്കൃത പ്രകൃതികളോടുകൂടെ ഭാഷാ പ്രത്യയങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പുതിയ മണിപ്രവാള ഭാഷയ്ക്ക് രൂപം നൽകി എന്ന കാര്യെഴുത്ത് നടപ്പിലാക്കി എന്നൊക്കെ പറയുമ്പോൾ എഴുത്തച്ഛൻ എന്ന് പറയുന്ന ഒരു കേന്ദ്ര ബിന്ദുവിനകത്ത് നിന്ന് തുടർന്നുള്ള ഒരു തുടക്കം എന്നുള്ള അർത്ഥത്തിലേ അല്ല എന്നുള്ളതാണ്. അത് പലപ്പോഴും അത് മെറ്റഫറിക്കലായ ഒരു പ്രയോഗത്തിലാണ്. AR രാജരാജവർമ്മയ്ക്കകത്തും മെറ്റഫേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന വാർദ്ധക്യം ബാധിച്ച വൃദ്ധനായിട്ടുള്ള തമിഴ് അല്ലെ, ഈ നവയൗവനം കൈവന്നുകൊണ്ടിരിക്കുന്ന മലയാളം എന്ന് പറയുന്ന മറ്റേ പുത്രിയ സംസ്കൃതം എന്ന് പറയുന്ന അല്ലെ യുവാവിന് വേളി കഴിച്ചു കൊടുത്തു എന്നും അതിന് എഴുത്തച്ഛനാണ് മുണ്ട് കൊടുത്തത് എന്നൊക്കെ പറയുന്ന തരം ചില ചില മെറ്റഫറിക്കലായ പ്രയോഗങ്ങൾ ധാരാളമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ പുതുമലയാൺ മദൻ മഹേശ്വരൻ എന്ന് പറയുന്ന പ്രയോഗമായാലും അല്ലെ, ഈ പറയുന്ന എല്ലാ പ്രയോഗങ്ങൾക്കകത്തും ഈ എഴുത്തച്ഛനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വ്യവഹാരം നമ്മുടെ സാഹിത്യ ചരിത്രങ്ങൾക്കകത്ത് പ്രവർത്തിക്കുന്നത് സാഹിതീയമായ കാരണങ്ങൾ കൊണ്ട് മാത്രമാവണമെന്നില്ല. നമുക്ക് ഒക്കെ അറിയാവുന്നത് പോലെ തന്നെ അതിന്റെ പിറകിൽ സാമൂഹികമായിട്ടുള്ള ഒരു വലിയ കാരണം അവിടെയുണ്ട്. ഭാഷാപരമായ കാരണം കൂടി ആവണമെന്നില്ല. അത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഭക്തി സാഹിത്യത്തിന്റെ ഒരു ഒരു വലിയ വേലിയേറ്റം, അതോടൊപ്പം തന്നെ എഴുത്തച്ഛന്റെ രാമായണം ഇവിടെ ഉണ്ടാക്കിയ ഒരു കൾച്ചറൽ ഇമ്പാക്റ്റ് ആണ്, ഒരു സാംസ്കാരിക ആഘാതം എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഇത്തരം കൾച്ചർ ഷോക്കായിട്ട് മാറുകയും അത് ഒരു കൾട്ടായിട്ട് മാറുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ പറയുന്ന രാമായണ മാസം പോലുള്ള സാധനങ്ങൾ, രാമായണ പാരായണം അല്ലെ. ഇപ്പോൾ നമ്മുടെ ഏതാണ്ട് എല്ലാ എഴുത്തച്ഛൻ പഠിതാക്കളും ഒരുപോലെ പറയുന്ന ഒരു കാര്യം, എഴുത്തച്ഛന്റെ രാമായണത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് എഴുത്തച്ഛന്റെ മഹാഭാരതം. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കവിഭാവനയുടെ പൂർണ്ണത നമ്മൾ കാണുന്നത് മഹാഭാരതം കിളിപ്പാട്ടിലാണ്. പക്ഷെ മഹാഭാരതം കിളിപ്പാട്ടിന് അങ്ങനെ സാമൂഹ്യമായ ഒരു ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടില്ല. അപ്പോൾ എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം ഒരു പക്ഷെ അതിനു മുമ്പുണ്ടായിരുന്ന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൈകാര്യം ചെയ്ത കണ്ണശ രാമായണമായാലും അല്ലെങ്കിൽ മറ്റ് രാമചരിതം തൊട്ടുള്ള കൃതികളായും അതിനെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഈ ഒരു വലിയ ഒരു കൃതിയായിട്ടത് വരുന്നതിന്റെ പിറകിൽ സാഹിതീയമോ കേവലം ഭാഷാപരമായ കാരണങ്ങൾ മാത്രമല്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പൊ ആ അർത്ഥത്തിൽ ഈ പറയുന്ന കാലഗണനയെ നമ്മൾ ആ അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത്. പ്രധാനമായും നമ്മളിപ്പോൾ കൈകാര്യം ചെയ്യുന്ന ഒരു 15-ാം നൂറ്റാണ്ടിന് അവസാനവും 16, 17, 18 നൂറ്റാണ്ടുകളിൽ ഉടനീളം തുടരുന്നതുമായ ഒരു ഘട്ടം എന്ന് പറയുന്നത് പലതരം സാഹിത്യ രൂപങ്ങളുടെ ഒരു 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 പരീക്ഷണ ഘട്ടം കൂടായിട്ടാണ് വരുന്നത്. പലതരം സാഹിത്യ രൂപങ്ങൾ ഇവിടെ ഉണ്ടാവുകയും ഈ സാഹിത്യ രൂപങ്ങൾ കേവലം സാഹിത്യ രൂപങ്ങൾ മാത്രമാവാതെ ഒരുതരം അപ്ലൈഡ് പോയട്രിയുടെ, അത് നമ്മൾ കഴിഞ്ഞ മധ്യകാല ചമ്പുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളത് പറയണ്ടായി. ഈ പറയുന്ന പോലെ രംഗാവതരണം സാധ്യമാക്കുന്ന പലതരം എന്താ പറയാ സാഹിത്യ രൂപങ്ങൾ അല്ലെങ്കിൽ കാവ്യ രൂപങ്ങളുടെ ഒരു ഒരു ഘട്ടം കൂടിയാണ് അത് എന്നറിയാം. അപ്പൊ ആ അർത്ഥത്തിൽ ഈ പ്രത്യേകിച്ച് ക്ഷേത്രകലകളും അതല്ലാതെ അനുബന്ധ കലകളും വലിയ രീതിയിൽ വികസിക്കുകയും ഒരുതരം ഈ സംസ്കൃതൈസേഷന്റെ തുടർച്ചകത്ത് സംഭവിക്കുന്ന ഈ ഭക്തി മൂവ്മെന്റ് ഇതെല്ലാം കൂടെ ഒക്കെ ചേർത്ത് സംഭവിക്കുന്ന ഒരു പുതിയ മധ്യകാല കേരളീയത, നമ്മൾ പറയുന്ന നാടുവാഴിത്തത്തിന്റെ ഒരു നാടുവാഴിത്തം ഉറയ്ക്കുന്ന ഒരു ഘട്ടത്തിനകത്തുള്ള ഒരു പുതിയ അവിടെയാണ് നമ്മുടെ കേരളീയത എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ ഉറപ്പിക്കപ്പെടുന്നത്. ആ കേരളീയതയെ ഉറപ്പിച്ചിട്ടുള്ള കേരളീയതാ മാനങ്ങൾ എന്ന് പറയുന്നത്, ആ കേരളീയത മാനങ്ങൾക്കകത്താണ് ഈ
പറയുന്ന കാവ്യരൂപങ്ങളും അതുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങളും ഒക്കെ ഉള്ളത് നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള കേരളം എന്ന് പറയുന്ന കേരളത്തിന്റെ ഒരു തരം സ്വത്വഭാവനയായിട്ട് അന്നത്തെ ഈ പറയുന്ന ഒരു 6 7 പ്രസ്ഥാനങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ്. ഈ മധ്യകാല സാഹിത്യം നമ്മൾ ഇന്ന് പറയുന്ന ഈ 3 നൂറ്റാണ്ട് കാലത്തെ സാഹിത്യത്തിനകത്ത് ഏറ്റവും പ്രബലമായ ഈ സാഹിത്യ രചനാ പദ്ധതികൾ, അത് ഈ പറയുന്ന പോലെ കിളിപ്പാട്ട് വരുന്നുണ്ട്, ഗാഥ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം വരുന്നുണ്ട്, അല്ലെ? നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തുള്ളൽ വരുന്നുണ്ട്, ആട്ടക്കഥ വരുന്നുണ്ട്, മഹാകാവ്യങ്ങൾ വരുന്നുണ്ട്, പാന വരുന്നുണ്ട്, വഞ്ചിപ്പാട്ട് വരുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ സാഹിത്യ രൂപങ്ങൾ ഇവിടെ ഉണ്ടാവുകയും ഈ പറയുന്ന സാഹിത്യ രൂപങ്ങളൊന്നും പുതുതായി ഉണ്ടായ സാഹിത്യ രൂപങ്ങളല്ല എന്നുള്ളത് കൂടി നമുക്കറിയാം. അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന പ്രത്യേകിച്ച് ഒരു ഈ പറയുന്ന പാരമ്പര്യത്തിനകത്ത്, നമ്മുടെ കൾച്ചറൽ ഫോമുകൾക്കകത്ത്, അത് ഓറൽ ട്രഡീഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന അനുഷ്ഠാന രൂപങ്ങളായിട്ടോ, ഇപ്പൊ കോലം തുള്ളലും അതുപോലെ പടയണി പോലുള്ള രൂപങ്ങളൊക്കെ നമ്പ്യാരെ സ്വാധീനിച്ചത് എങ്ങനെയാണ്? പാന എന്ന് പറയുന്നത് നമ്മുടെ ഭദ്രകാളി കാവുകളിലൊക്കെ നടത്തിയിരുന്ന ഒരു അനുഷ്ഠാന രൂപമാണ്. അപ്പൊ അവിടെ അവിടെ ചൊല്ലിയിരുന്ന ഈ മറ്റേ കാളി സ്തവങ്ങളിൽ നൽകിയ സ്തോത്രങ്ങളാണ് പിന്നീട് പാന എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. അപ്പൊ എഴുത്തച്ഛന്റെ ഇതായാലും ഇങ്ങനെയുള്ളതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദ്രാവിഡ പാരമ്പര്യം. അപ്പൊ ദ്രാവിഡ പാരമ്പര്യത്തിൽ നിന്ന് എഴുത്തച്ഛനെ പോലുള്ളവരൊക്കെ കിളിപ്പാട്ടിനെ കൊണ്ടുവരുന്നു. മറ്റൊരു ഭാഗത്താണെങ്കിൽ സംസ്കൃത പാരമ്പര്യത്തിൽ നിന്ന് മഹാകാവ്യങ്ങളെ കൊണ്ടുവരുന്നു, അല്ലെ? ഇതിന്റെ രണ്ടിന്റെയും ഒരു മേളനത്തിന്റെ സ്വഭാവത്തിൽ ആട്ടക്കഥകൾ ഇവിടെ ഉണ്ടാവുന്നു. ഒരുപക്ഷെ അത് കൂടിയാട്ടത്തിന്റെയും കൂത്തിന്റെയും ഒക്കെ ഒരു പാരമ്പര്യത്തിൽ നിന്നും ക്ഷേത്രകലയിൽ നിന്ന് പാട്ടിന്റെയും ഒക്കെ ഈ പറയുന്ന കൃഷ്ണനാട്ടത്തിന്റെയും ഒക്കെ ഒരു ട്രഡീഷനകത്ത് നിന്ന് വേറൊരു ഒരു കേരളീയം എന്ന് തന്നെ പറയാവുന്ന ഒരു കലാരൂപം അവിടെ ഉണ്ടാവുന്നു. സംസ്കൃത പാരമ്പര്യം തന്നെയാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ അങ്ങനെ വ്യത്യസ്ത പാരമ്പര്യങ്ങൾക്കകത്തുനിന്ന്, ദേശീയായ ദ്രാവിഡമായ സംസ്കൃത പാരമ്പര്യങ്ങൾക്കകത്തുനിന്ന് നേരത്തെ എഴുത്തച്ഛൻ എങ്ങനെയാണോ മലയാള ഭാഷയുടെ ഒരു സ്വത്വം നിർണയിച്ചെടുത്ത് അതിനെ സ്ഥാപിച്ചെടുത്തത്, ഇതേപോലെ തന്നെ നമ്മുടെ സാഹിത്യത്തിനകത്തും അതുപോലെ കലകൾക്കകത്തും ഈ പറയുന്ന എന്താ പറയാ, ഈ 3 പാരമ്പര്യങ്ങളുടെ ഒരു സമ്മേളനമായിട്ടാണ് നമ്മൾ ഈ 6 7 പറയുന്ന പാനയായാലും ഈ പറയുന്ന വഞ്ചിപ്പാട്ടായാലും ഈ പറയുന്ന സാഹിത്യ രൂപങ്ങളെയൊക്കെ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രസ്ഥാനപരമായിട്ട്, സാഹിത്യരൂപപരമായിട്ട്, നേരത്തെ പാട്ട്, മണിപ്രവാളം എന്നുള്ള 2 തരം കാവ്യ സംസ്കാരങ്ങൾ, 2 ഉറവിടങ്ങളുള്ള കാവ്യ സംസ്കാരങ്ങളായിരുന്നെങ്കിൽ ഇതിന്റെ മധ്യകാലഘട്ടമാകുമ്പോഴേക്കുള്ള ഒരു വ്യത്യാസം, അത് സാഹിത്യ രൂപങ്ങളെ അല്ലെങ്കിൽ സാഹിത്യ വ്യവഹാരത്തെ, കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാഹിത്യ വ്യവഹാരം കൂടിയല്ല, പലപ്പോഴും അതൊരു ദൃശ്യ വ്യവഹാരം കൂടിയായിട്ട് മാറുന്നതാണ്. അപ്പൊ അതിന്റെ ആഖ്യാന രൂപങ്ങൾ എന്ന രീതിയിൽ സാഹിത്യ ജനുസുകളുടെ അല്ലെങ്കിൽ സ്വരൂപങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്ന രീതിയാണ് കുറെ കൂടെ ശരിയായി തീരുക എന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലെ എന്താ പറയാ രൂപങ്ങളെ കാണുന്നത്. ഓക്കെ, നമുക്ക് പ്രസന്റേഷനിലേക്ക് പോവാം. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പറയുന്നത് ക്ലിയർ ആണല്ലോ അല്ലെ? കേൾക്കാം മാഷെ. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു സാമൂഹ്യ അല്ലെങ്കിൽ ചരിത്ര സാഹചര്യത്തെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഈ ഭക്തി മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു കാരണം. ഒരു ഭാഗത്ത് ഭക്തി പ്രസ്ഥാനം, ഇന്ത്യയിലുടനീളം ഭക്തി പ്രസ്ഥാനം വരുന്നുണ്ട്. ഒരുപക്ഷെ ഭക്തി പ്രസ്ഥാനത്തിന്റെ ഒരു വേരുകൾ തുടങ്ങുന്നത് ഈ ദക്ഷിണേന്ത്യയിൽ നിന്നാണ് എന്ന് പറയാൻ പറ്റും. 9-ാം നൂറ്റാണ്ടോടുകൂടി തന്നെ നമുക്കറിയാവുന്ന പോലെ ആചാര്യ ചൂഡാമണി അല്ലെങ്കിൽ ഈ പറഞ്ഞ കുലശേഖര കാലഘട്ടം തൊട്ട് തന്നെ ഭക്തി മൂവ്മെന്റിന്റെ പലതരം സംഗതികൾ ഉണ്ടാവുന്നുണ്ട്. ശ്രീശങ്കരൻ അതിനകത്ത് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ദക്ഷിണേന്ത്യ അല്ലെങ്കിൽ കേരളത്തേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഭക്തി പ്രസ്ഥാനത്തിന്റെ ഒരു ആദ്യഘട്ടം ഉണ്ടാവുന്നുണ്ടെങ്കിലും ഒരു 13-ാം നൂറ്റാണ്ടിന് ശേഷം, ഏറ്റവും പ്രധാനമായും 16-ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിലുടനീളം ഒരു സാമൂഹ്യ വിപ്ലവ പ്രസ്ഥാനമായിട്ട് ഈ പറയുന്ന ഭക്തി മൂവ്മെന്റ് എന്ന് പറയുന്നത് ഉണ്ടാവുന്നു. അപ്പൊ ആ ഭക്തി പ്രസ്ഥാനം ഒരു ഭാഗത്ത് വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. കൃഷ്ണഗാഥ അതിന്റെ ഏറ്റവും വലിയൊരു അടയാളമായിട്ട് വരുന്നു. എഴുത്തച്ഛൻ അതിനുശേഷം ഈ ഭക്തി പ്രസ്ഥാനത്തിനകത്ത് ഏറ്റവും വലിയ ഒരു ടവറിംഗ് ഫിഗറായിട്ട് വരുന്നു, അല്ലെ? അതോടൊപ്പം തന്നെ സംഭവിക്കുന്ന ഒന്ന്, ഇവിടുത്തെ നാടുവാഴിത്വം എന്ന് പറയുന്ന ഈ കുലശേഖരന്മാരുടെ ഉണ്ടെന്ന് പറയുന്നു. 2-ാം ചേര സാമ്രാജ്യം എന്നൊക്കെ പറയുന്ന കുലശേഖരന്മാരുടെ കാലം കഴിഞ്ഞതിന് ശേഷം 10-40-48ഓളം നാട്ടുരാജ്യങ്ങളായി കേരളം ചിതറുകയും നാട്ടുരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന കിടമത്സരം എന്ന് പറയുന്നത്, നാടുവാഴിത്വത്തിന്റെ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ഈ പറയുന്ന
ജാതിജന്മി നാടുവാഴുത്തം എന്ന് പറയുന്ന EMS നമ്പൂതിരിപ്പാടൊക്കെ പറയുന്ന ആ ഒരു സവിശേഷമായ ഒരു സാമൂഹ്യ ഘടനയിലേക്ക് കേരളം മാറുകയും ഒരുതരം അരാജകമായ ഒരു അവസ്ഥയിലേക്ക് ഇത്തരം കിടമത്സരങ്ങളും അതോടൊപ്പം തന്നെ വലിയൊരു മൂല്യത്തകർച്ചയും ഒക്കെ ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു വല്ലാത്തൊരു സന്ദർഭത്തിലാണ്. അതായത് ഒരു സമൂഹം ആത്മാവിൽ ദരിദ്രമാവുക എന്ന് പറയുന്ന ഒരു ഒരു അവസ്ഥയിലാണ് വലിയൊരു അരക്ഷിതത്വം എന്ന രീതിയിലേക്ക് ഈ പറയുന്ന കൊളോണിയൽ അധിനിവേശം പോർച്ചുഗീസുകാർ തൊട്ട് സംഭവിക്കുന്നത്. അല്ലെ, ഒരു ഭാഗത്ത് ഈ കൊളോണിയൽ അധിനിവേശ ശക്തികളുടെ ഒരു സാന്നിധ്യം അവിടെ ഒരു ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന സാമൂഹികമായ ജീർണത ഉണ്ടാവുന്നുണ്ട്. ഭക്തി മൂവ്മെന്റിന്റെ ഒരു അന്തരീക്ഷവും ഇവിടെ രൂപപ്പെടുന്നുണ്ട്. അത് പ്രത്യേകിച്ച് കീഴാള മണ്ഡലത്തിൽ നിന്നാണ് അത് പ്രധാനമായിട്ട് ഉണ്ടാവുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ ഇതെല്ലാം ചേർന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഈ പറയുന്ന ഒരു ഭാഗത്ത് കൃഷ്ണഗാഥയിലും കിളിപ്പാട്ടിലും വഞ്ചിപ്പാട്ടിലും ഒക്കെ കടന്നു വരുന്നത് ഈ പറയുന്ന ഭക്തി സാഹിത്യമാണെങ്കിൽ, തുള്ളൽ കടന്നു വരുമ്പോഴേക്കും വേറെ തരത്തിലുള്ള സാമൂഹ്യ വിമർശനത്തിലേക്കൊക്കെ മാറുന്നത് എന്ന് പറയാൻ പറ്റും. അപ്പൊ അതിനകത്ത് നമ്മളെ ഏറ്റവും പ്രധാനമായിട്ടും സ്വാധീനിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രബലമായിരുന്ന ഈ കാലഘട്ടത്തില് സാഹിത്യ രൂപങ്ങൾ പ്രധാനമായിട്ടും നമുക്കതിനൊന്ന് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, മഹാകാവ്യം എന്ന് പറയുന്ന ഒരു സാഹിത്യ രൂപം ഒരിക്കലും ഈ ഘട്ടത്തിലല്ല ഉണ്ടാവുന്നത് നമുക്കറിയാം. പക്ഷെ അത് ഈ ഘട്ടത്തിന്റെ ഒരു എൻ പോയിന്റിൽ അതിന് വലിയ ഒരു പ്രാധാന്യം ഉണ്ടാവുന്നുണ്ട്. മഹാകാവ്യങ്ങൾ രൂപപ്പെടുന്നത് ഈ ഘട്ടത്തിലാണ്. പൊതുവെ ഇന്ത്യൻ അന്തരീക്ഷത്തിനകത്ത്, ഇന്ത്യൻ ഈസ്തെറ്റിക്സിനകത്ത് മഹാകാവ്യങ്ങൾക്ക് വലിയ, പ്രത്യേകിച്ച് നൈഷധം പോലുള്ള മഹാകാവ്യങ്ങളൊക്കെ വലിയൊരു എന്താ പറയാ മഹാമാതൃകയായിട്ട്, സാഹിത്യത്തിന്റെ മഹാമാതൃകയായിട്ട് നമ്മുടെ സാഹിത്യത്തിനകത്തേക്ക് എന്ന് വെച്ചാൽ വളരെ കടു സംസ്കൃതത്തിനകത്തുള്ള സാധാരണക്കാർക്കൊന്നും അഭിഗമ്യമല്ലാത്ത ഒരു തരം ഭാഷയാണ് സാഹിത്യത്തിന് ഉണ്ടാകേണ്ടത് തുടങ്ങി അങ്ങനെയുള്ളൊരു ഒരു രീതിയിലേക്ക് മഹാകാവ്യങ്ങളുടെ വലിയൊരു സ്വാധീനം അവിടെ ഉണ്ടാവുന്നുണ്ട്. ആ അർത്ഥത്തിലാണ് ഈ പറയുന്ന ഒരുപക്ഷെ കാവ്യാദർശത്തിലെയും മറ്റും മഹാകാവ്യ ലക്ഷണമൊക്കെ ഒപ്പിച്ചുകൊണ്ട് കൃഷ്ണഗാഥയും മറ്റുമൊക്കെ ആ സമയത്ത് കുഞ്ചൻ നമ്പ്യാരൊക്കെ ആ രീതിയിൽ ചില മഹാകാവ്യങ്ങൾ എഴുതാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നു. പിന്നീട് പക്ഷെ ലക്ഷണമൊത്ത മഹാകാവ്യമായിട്ടൊക്കെ വരുന്നത് അതിന് ശേഷമാണ് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് മഹാകാവ്യങ്ങളുടെ ലിസ്റ്റിനകത്ത് മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യമായിട്ട് നമ്മൾ പൊതുവെ പല സാഹിത്യ ചരിത്രകാരന്മാരും കൃഷ്ണഗാഥയെ നമ്മൾ വെക്കാറുണ്ട്. പക്ഷെ കൃഷ്ണഗാഥയ്ക്ക് മഹാകാവ്യത്തിന്റെ അല്ലെങ്കിൽ ലക്ഷണമൊത്ത മഹാകാവ്യമല്ല എന്ന് പറയാനുള്ള ഒരേ ഒരു കാരണം, മഹാകാവ്യത്തിന്റെ ലക്ഷണങ്ങളൊക്കെയും അതിനകത്തുണ്ടെങ്കിൽ കൂടിയും അത് ഈ പറയുന്ന ദ്രാവിഡ വൃത്തങ്ങളിൽ അല്ലെങ്കിൽ ദ്രാവിഡ രീതിയിൽ എഴുതപ്പെട്ടൊരു കാവ്യം എന്ന അർത്ഥത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സാഹിത്യ ചരിത്ര സങ്കല്പത്തിനകത്ത് തന്നെ ഈ സംസ്കൃതത്തിന്റെ ഒരു എന്താ പറയാ ആശയ മേധാവിത്വം കാണാൻ കഴിയുന്നുള്ളു. അപ്പൊ മഹാകാവ്യം ഈ പറയുന്ന പോലെ ഭാഷയുമായി ബന്ധപ്പെടുത്തിയ ഒരു കാര്യമില്ലല്ലോ. അപ്പൊ ആ അർത്ഥത്തില് പക്ഷെ നമ്മുടെ മിക്കവാറും സാഹിത്യ ചരിത്രങ്ങളിലൊക്കെ ഈ പറയുന്ന മഹാകാവ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും കൃഷ്ണഗാഥയും മറ്റൊന്നും മഹാകാവ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താറില്ല എന്ന് നമുക്കറിയാം. മറ്റൊന്ന് ഗാഥ എന്ന് പറയുന്ന, അതും ഈ പറയുന്നത് പോലെ ഒരു പുതിയ ചെറുശ്ശേരി കണ്ടുപിടിച്ചതോ അല്ലെങ്കിൽ ഉള്ളൊരു സംഗതിയല്ല. ഗാഥ എന്ന് പറയുന്ന വലിയൊരു പാരമ്പര്യം പൊതുവെ തമിഴ് സംസ്കാരത്തിനകത്ത് ഉണ്ട് എന്ന് നമുക്കറിയാം. അതിന്റെ തന്നെ അങ്ങനെയുള്ള ഒരു തരം നാടോടി സംസ്കൃതിക്കകത്ത് നിലനിന്നിരുന്ന സവിശേഷമായിട്ടുള്ള ഒരു കാവ്യരൂപത്തെ മഹാകാവ്യം പോലെയൊക്കെയുള്ള ഒരു സംസ്കൃതത്തിന്റെ ഒരു ബൃഹത് ആയിട്ടുള്ള ഒരു ആഖ്യാന പദ്ധതിയിലേക്ക് വികസിപ്പിച്ചെടുക്കുകയാണ് ചെറുശ്ശേരി ചെയ്തതെന്നുള്ളത്. അതുകൊണ്ട് എഴുത്തച്ഛൻ ചെയ്തതിനേക്കാൾ പല അർത്ഥത്തിലും വലിയ രീതിയിൽ ഭാഷാപരമായിട്ട് തന്നെ നമുക്കറിയാം എഴുത്തച്ഛൻ ഒരുപക്ഷെ എഴുത്തച്ഛനേക്കാൾ പുതുമയുള്ള ആധുനികമായ ഒരു മലയാളത്തെ സൃഷ്ടിച്ചത് ചെറുശ്ശേരിയാണ് എന്ന് നമുക്കറിയാം. മറ്റൊന്ന് പാനയാണ്. ഞാൻ നേരത്തെ പറയണ്ടേ, പാന എന്ന് പറയുന്നു ഇപ്പൊ പൂന്താനത്തിന്റെ കൃതികൾ, കീർത്തനങ്ങളായാലും ഈ പാനയായാലും ഇതെല്ലാം തനി മലയാളത്തിലേക്ക് വരുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു അനുഷ്ഠാന പാട്ടുകളിൽ നിന്നാണ് എന്നുള്ളതാണ്. കിളിപ്പാട്ടിലും അങ്ങനെ പൊതുവെ തമിഴകം മുഴുവൻ നിലനിൽക്കുന്ന വലിയൊരു പാരമ്പര്യം ഉണ്ട്. ആ കിളിപ്പാട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പൊ അതിനകത്ത് എങ്ങനെയാണ് ആഴ്വാന്മാരുടെയും മറ്റുമൊക്കെ ഈ പറയുന്ന കീർത്തന സാഹിത്യത്തിന്റെ ഒരു സംസ്കാരം എഴുത്തച്ഛനെ ഈ കിളിപ്പാട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിന് സ്വാധീനിച്ചത് എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെ. അതുപോലെ തന്നെ ഇവിടുത്തെ പടയണിയുടെയും കോലംതുള്ളിന്റെയും ഒക്കെ രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ ശീലുകളും മറ്റുമൊക്കെ എടുത്തുകൊണ്ട്, അല്ലെ, ഒരുപക്ഷെ മലയാളത്തിലുടനീളം നമ്മൾ കാണുന്ന ഒരു വൃത്തമാണ് തരങ്കിണി എന്ന് പറയുന്ന ഒരു വൃത്തം, അല്ലെ. അപ്പൊ അത്തരം വൃത്തങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന വൃത്തങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് തുള്ളൽ എന്ന് പറയുന്ന രൂപം ഉണ്ടാകുന്നത്. വഞ്ചിപ്പാട്ടും അങ്ങനെ തന്നെയാണ്, അല്ലെ. അപ്പൊ ആ അർത്ഥത്തിൽ ഈ പറയുന്ന എന്താ പറയാ പ്രസ്ഥാനങ്ങളും വ്യക്തികളും ഒക്കെ ഈ ഒരു ഘട്ടത്തിനകത്ത് രൂപം കൊള്ളുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ നിലനിന്നിരുന്ന ഒരു പദ്യ സംസ്കൃതിയുടെ ഭാഗമായിട്ടാണ് എന്നാണ് ഞാൻ തുടക്കത്തിൽ പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇതാണ് ഇതിനകത്ത്
നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നു, 9-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ പറയുന്ന എന്താ പറയാ നായനാർമാരുടെയും ആഴ്വാന്മാരുടെയും ഒക്കെ ഉള്ളൊരു ഭക്തി മൂവ്മെന്റിന്റെ ഒരു ആവിർഭാവം ഇവിടെ ഉണ്ടെങ്കിലും പൊതുവെ ഒരു സോഷ്യൽ മൂവ്മെന്റ് ആയിട്ട് ഇത് മാറുന്ന ഈ കാലഘട്ടത്തിലാണ് എന്നുള്ളതാണ് അല്ലെ. അതിന്റെ ചില സാഹചര്യങ്ങൾ നമ്മൾ പറയേണ്ടായി. അപ്പൊ അങ്ങനെ ഒരു തരം ഹിന്ദു സമുദായത്തിനകത്ത് വന്നിട്ടുള്ള ഒരു തരം എന്താ പറയാ പുനരുദ്ധാനവാദം എന്ന് പറയുന്നതിനകത്ത് വളരെ പ്രബലമായിരുന്നു എന്നുള്ളതും അതിനകത്ത് അവർണ സമൂഹങ്ങൾക്ക് സവിശേഷമായ ഒരു നിർണായകമായ പങ്കുണ്ടായിരുന്നു എന്നുള്ളതുമാണ് നാടുവാഴുത്ത ജീർണതയും കൊളോണിയൽ അടിമത്വവും അതിന്റെ സാമൂഹ്യ പശ്ചാത്തലമായിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ പറയട്ടെ. അപ്പൊ അവിടെയൊക്കെ ഈ കീർത്തന മാഹാത്മ്യം എന്ന് പറയുന്നത്, അപ്പൊ യാഗങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന ക്ഷേത്ര കേന്ദ്രിതമായിട്ടുള്ള സവിശേഷമായ അനുഷ്ഠാന പദ്ധതികൾക്കോ ഒക്കെ അപ്പുറം അല്ലെ, നാരായണ എന്ന് 2 നാമം ജപിച്ചാൽ തന്നെ ഇത് കിട്ടും എന്ന രീതിയിൽ നാമജപം അല്ലെങ്കിൽ കീർത്തനം എന്ന് പറയുന്ന ഒരു സംഗതി, അങ്ങനെയുള്ള ഈ ഒരു തരം ബാർഡിക് ട്രഡീഷൻ എന്ന് പറയുന്ന ഒരു വലിയ പാരമ്പര്യം അല്ലെ, അത് അങ്ങനെ ഒരു ഗാന പാരമ്പര്യത്തിന്റെ വലിയൊരു പാരമ്പര്യം അത് ഇവിടെ നിലനിന്നിരുന്ന പാണരുടെയും മറ്റുമൊക്കെ പാട്ടുകളിൽ നിലനിന്നിരുന്ന സംഗതി കൂടിയാണ്. അപ്പൊ അതിന്റെ ഒരു തുടർച്ചയിലാണ് ഈ ഒരു മൂവ്മെന്റ് പ്രധാനമായിട്ടും ഇന്ത്യയിലുടനീളം ഉണ്ടാവുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പറയുന്ന എഴുത്തച്ഛനും അതൊക്കെ അല്ലാതെ ഭക്തിയോഗം എന്ന് പറയുന്ന, അപ്പൊ ഭക്തി എന്ന് പറയുന്ന വിഭക്തിയോ ഭക്തിയോ എന്നുള്ളൊരു ചോദ്യം അല്ലെ മേൽപ്പത്തൂരിന്റെ ഈ പറയുന്നതുമായി ബന്ധപ്പെടുത്തി പിന്നീട് വള്ളത്തോൾ ചോദിക്കുന്ന ആ ഭക്തിയോഗം എന്ന് പറയുന്ന അല്ലെങ്കിൽ ജ്ഞാനപ്പാന എന്ന് പറയുന്നൊരു ഭക്തിപ്പാനയാണ് എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടല്ലോ. അപ്പൊ ആ അർത്ഥത്തിലൊക്കെ ഭക്തിയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ നേരത്തെ ഞാൻ സൂചിപ്പിച്ചൊരു കാര്യമാണ് ഗാഥ എന്ന് പറയുന്നത് ആരുടെയും ഇൻവെൻഷൻ ആയിരുന്നില്ല, ചെറുശ്ശേരിയുടെ ഒരു ഇൻവെൻഷൻ ആയിരുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഗാഥ എന്ന് പറയുന്ന സവിശേഷമായ ഒരു സാഹിത്യ ആഖ്യാന രൂപം ഇവിടെ ഉണ്ടായിരുന്നു. ഗാഥ എന്ന് പറയുന്ന പദം കാണുന്നത് ഏത് കൃതിയിലാണ് എന്നുള്ളതാണ് ചോദ്യം. ആർക്കെല്ലാം അറിയാവോ? ഉണ്ണിച്ചിരുദേവി ചരിതത്തിൽ. അതെ, ഉണ്ണിച്ചിരുദേവി ചരിതത്തിലാണ് ഈ പറയുന്ന ഉണ്ണിച്ചിരുദേവിയെ കുറിച്ചൊരു ഗാഥ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് ഉള്ള വരികൾ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇപ്പൊ ഗാഥ എന്ന് പറയുന്ന ഒരു സാധനം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം ഈ പറയുന്ന ദേവതാസ്തുതികൾ മാത്രമല്ല എന്നും ദേവദാസി സ്തുതികളും അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഗാഥ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചും അതിനകത്തുള്ള പ്രധാനപ്പെട്ട കൃതിയായിട്ടുള്ള കൃഷ്ണഗാഥയും കൃഷ്ണഗാഥയുടെ കർത്താവായിട്ടുള്ള ചെറുശ്ശേരിയെയും കുറിച്ചുള്ള ചില കാര്യങ്ങളിലേക്ക് പോവാം. അല്ലെ, ചെറുശ്ശേരി നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരുപക്ഷെ നമ്മുടെ പ്രാചീന മധ്യകാല സാഹിത്യകാരന്മാരിൽ നമുക്ക് കൃത്യമായ ഡീറ്റെയിലുകൾ കിട്ടുന്നത് ചെറുശ്ശേരിയിലാണ്. കുറച്ച് കാലപരമായിട്ട് കൃതിക്കകത്ത് തന്നെയുള്ള ആജ്ഞാകോല ഭൂപസ്യ എന്നൊക്കെ പറയുന്ന ചില സംഗതികളും അല്ലെ അങ്ങനെയുള്ള ചില സൂചനകളൊക്കെ കാരണം നമുക്ക് വളരെ പെട്ടെന്ന് ഇതേത് കാലത്താണ് ഉണ്ടായതെന്നൊക്കെ പറയുന്ന ചില സംഗതികൾ നമുക്കറിയാം അല്ലെ. പുനന്നമ്പൂതിരിയും ചെറുശ്ശേരിയും ഒരാളാണ് എന്ന് പറയുന്ന ഒരു വാദം നമുക്കുണ്ടായിരുന്നു അല്ലെ. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ പറയുന്ന ഗോവിന്ദപിള്ളയെ പോലുള്ള ആളുകളൊക്കെ അങ്ങനെയുള്ള ചില വാദങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഈ പറയുന്ന എന്താ പറയാ കൃഷ്ണഗാഥയുടെ കർത്താവും അതുപോലെ തന്നെ ഈ പുനന്നമ്പൂതിരിയും ഒരാളായിരുന്നു എന്നും ഒക്കെ പറയുന്നുണ്ട്. കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാനൊക്കെയാണ് പിന്നെ അതിനെ നിഷേധിക്കുന്നത്. അതൊരു ഐതിഹ്യം മാത്രമാണ് എന്നുള്ള ഒരു രീതിയിലാണ് അത് പൊതുവെ പറയുന്നത്. 2 തറവാടുകൾ ഉണ്ടായിരുന്നു എന്നും ഇവിടെ ചെറുശ്ശേരി എന്നും പുനമെന്നും 2 മറ്റേ തറവാടുകൾ പിന്നീട് ഇത് ലയിച്ചു പോവുകയാണ് എന്നൊക്കെ പറയുന്ന ഒരു അഭിപ്രായം ഉള്ളൂരിന്റെ ഒക്കെ അതിനകത്ത് കാണാൻ കഴിയും അല്ലെ. പിന്നീട് ഈ പറയുന്ന അതിനെ എന്താ പറയാ ചിറക്കൽ കോവിലകവുമായി ബന്ധപ്പെടുത്തിയിട്ട് ചില നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ചില ചെറുശ്ശേരി അതുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഒരു രാജാവിന്റെ സേവകനായിരുന്നു എന്ന് പറയുന്ന ചില വാദങ്ങൾ അവിടെ ഉണ്ടാവുന്നു. ഭാരതഗാഥയുടെ കണ്ടെത്തലുമായി ബന്ധപ്പെടുത്തിയാണ് അത് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പിന്നെ അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്ന കൃഷ്ണഗാഥ എന്ന് പറയുന്നത് പൊതുവെ ഈ പറയുന്ന ചെറുശ്ശേരി എന്ന് പറയുന്ന ഒരു ഇല്ലം ഏതാണ്ട് 14-ാം നൂറ്റാണ്ട് വരെ 14-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ നിലനിന്നിരുന്ന ഒരു ഇല്ലം ഉണ്ടായിരുന്നു. അത് പിന്നീട് ഇല്ലാതായി പോവുകയാണ് ചെയ്തത് എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയിലാണ് പൊതുവായിട്ട് നമ്മൾ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോ പുനന്നമ്പൂതിരിയും ചെറുശ്ശേരിയും ഒരാളാണ് എന്ന് പറയുന്നൊരു വാദം പൊതുവെ സ്വീകരിക്കപ്പെട്ടില്ല എന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ കൃഷ്ണഗാഥയ്ക്ക് കൃഷ്ണപ്പാട്ട് എന്ന് പറയുന്ന ഒരു പേര് കൂടിയുണ്ട് എന്ന് നമുക്കറിയാം.
അതുപോലെ തന്നെ ഭാരതഗാഥ എന്ന് പറയുന്ന ഒരു കൃതി ചെറുശ്ശേരിയുടേതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി, അത് ചെറുശ്ശേരിയുമായിട്ട് അങ്ങനെ ബന്ധപ്പെടുന്ന ഗാഥ എന്ന് പറയുന്നൊരു പൊതുപേരല്ല, അത് ചെറുശ്ശേരിയുമായിട്ട് ബന്ധപ്പെടുത്തുന്ന യാതൊന്നും ഇല്ല എന്നാണ് പൊതുവായിട്ട് ഈ പറയുന്ന കൃഷ്ണപിള്ളയെ പോലുള്ള ആളുകളൊക്കെ പൊതുവായിട്ട് പറയുന്നത്. ഓക്കെ. കൃഷ്ണഗാഥ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഭാഗവതം മിക്കവാറും നമ്മുടെ ഈ കാലഘട്ടത്തിലെ കൃതികളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രാമായണവും ഭാരതവും ഭാഗവതവും ആണെങ്കിലും പൊതുവായിട്ടും ഭാരതത്തിനും ഭാഗവതത്തിനാണ് ഒരു മേൽക്കൈ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഭാരതവും ഭാഗവതവുമാണ് ആ സമയത്ത് കൂടുതലായിട്ട് ഉപജീവിച്ചിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന തർജ്ജമ ചെയ്യപ്പെടുകയും ചെയ്യുന്ന രാമായണത്തെക്കാൾ ആദ്യഘട്ടത്തിനകത്ത് രാമായണമായിരുന്നെങ്കിൽ എഴുത്തച്ഛനിലൊക്കെ രാമായണം ഉണ്ടെങ്കിൽ കൂടിയും പ്രധാനമായിട്ട് നമ്മൾ ഈ പറയുന്ന മറ്റ് എഴുത്തുകാരെ ഒക്കെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഭാരതവും ഭാഗവതവുമാണ് ഏറ്റവും കൂടുതൽ വരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഗാഥ എന്ന് പറയുന്ന വാക്ക്, ഗാനം എന്ന് പറയുന്ന ഒരു ഗൈഗാന എന്ന് പറയുന്ന ഒരു സംസ്കൃത ധാതുവിൽ നിന്നുണ്ടായതാണെന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ അത് കാതൈ എന്നൊക്കെ പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ പൊതുവെ ഈ ചെന്തമിഴ് പാട്ടുകൾക്ക് അങ്ങനെ ഒരു പേരുണ്ട് എന്നും അതുപോലെ തന്നെ പ്രാകൃത ഭാഷയിലുള്ള കാവ്യങ്ങൾക്ക് ഗാഥകൾ എന്ന് വിളിക്കാറുണ്ട് എന്നും അല്ലെ, ഈ പറയുന്ന ചില വലിയ കാവ്യങ്ങളുടെ സർഗങ്ങളുടെ പേരുകളായിട്ട് തന്നെ ഗാഥ എന്നുള്ള പേരുണ്ടാവാറുണ്ട് എന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗാഥയ എന്ന് പറയുന്നതിനെ കുറിച്ച് ആ ഒരു വേർഡിന്റെ എറ്റിമോളജിയുമായി ബന്ധപ്പെടുത്തി, അതിന്റെ റെവല്യൂഷനുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചർച്ച ചെയ്ത് പറയുന്ന ഒരു കാര്യങ്ങളാണ് അല്ലെ. ഈ പറയുന്ന കൃഷ്ണോൽപ്പത്തി തൊട്ട് സ്വർഗാരോഹണം വരെ 47 കഥകൾ സ്വർഗാരോഹണം ആവുമ്പോഴേക്കും കുറെ കൂടെ സാൻസ്ക്രിറ്റൈസ്ഡ് ആയതും കുറെ കൂടെ ഭക്തിയിലേക്ക് അത് മാറുകയും ബാക്കിയൊക്കെ ഒരുതരം മണിപ്രവാള സംസ്കാരമുള്ള ഒരു ശൃംഗാരലോലുപനായ ഒരു നമ്പൂതിരിയാണ് അവിടെ കാണുന്നത് എന്നൊക്കെ നിരൂപകന്മാർ പറഞ്ഞ ഒരു കാര്യം. പക്ഷെ സ്വർഗാരോഹണം പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു ഘട്ടമാണ്. ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ പറഞ്ഞ ദ്രാവിഡ വൃത്തമാണ് അതിനകത്തേക്കുള്ളത്. അതിന്റെ മുഴുവൻ പരിസരവും എന്ന് പറയുന്നത് കേരളീയമായ ഒരു പരിസരത്തിനകത്താണ് ആ കൃതി നടക്കുന്നത്. എന്നാൽ അതിന്റെ സംസ്കാരം എന്ന് പറയുന്നത് സംസ്കൃതത്തിന്റെ മഹാകാവ്യം, ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ട ഈ മഹാകാവ്യ ലക്ഷണം അനുസരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വർണ്ണനകളൊക്കെ ഒപ്പിച്ചുകൊണ്ടാണ് ആ ഒരു കവിത ഉണ്ടാവുന്നതെന്നും അതിനകത്തുള്ള സംസ്കാരം എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന മണിപ്രവാള സംസ്കാരത്തിന്റെ തുടർച്ച തന്നെയാണ്, മധ്യകാല മണിപ്രവാള സംസ്കാരത്തിന്റെ തുടർച്ച തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അങ്ങനെയുള്ള ഒരു തരം എന്താ പറയാ സമന്വയം കൂടെ ഒരു കേരളീയതയുടെയും ദ്രാവിഡത്തിന്റെയും അതുപോലെ തന്നെ സംസ്കൃതത്തിന്റെയും ഒരു സമന്വയം കൂടെ കൃഷ്ണഗാഥയിൽ കാണാൻ കഴിയും എന്നുള്ളതാണ്. പാട്ടിന്റെ രൂപത്തിൽ പിറന്ന മണിപ്രവാള കൃതി എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി, അഴകത്തുനാവുകുറുപ്പിന്റെ കൃതിയല്ല, മറിച്ച് ഈ മഹാകാവ്യ ലക്ഷണം ഒപ്പിച്ച് എഴുതിയ ആദ്യ മഹാകാവ്യമാണ് കൃഷ്ണഗാഥ എന്ന് ലീലാവതിയെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അത് 2 ഭാഗങ്ങളായിട്ട് ഈ പറയുന്ന 47 കഥകളെ ഈ പറയുന്ന ഭാഗവതത്തെ അതുപോലെ ഉപജീവിച്ചുകൊണ്ട് പല എന്താ പറയാ ഖണ്ഡകാവ്യ സ്വഭാവത്തിൽ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ പ്രത്യേക പാഠങ്ങളാക്കി മാറ്റുകയാണ് ചെറുശ്ശേരി ചെയ്തത് എന്ന് നമുക്കറിയാം. ഓക്കെ. കൃഷ്ണഗാഥയിലെ ഭാഷയെ സംബന്ധിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ കൃഷ്ണഗാഥയിലെ ഭാഷയെ കുറിച്ചൊക്കെ പുതിയ ഭാഷാശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ വേണുഗോപാലപ്പണിക്കരെ പോലുള്ള ആളുകളൊക്കെയും പഠിച്ചിട്ടുള്ള ഏറ്റവും പുതിയ ഭാഷാ പണ്ഡിതന്മാർക്ക് പോലും കൗതുകം തോന്നുന്ന ഒരു മേഖലയാണ് കൃഷ്ണഗാഥയിലെ ഭാഷയുടെ ഈ പുതുമ എന്ന് പറയുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പ്രാചീന മലയാള വ്യവഹാരത്തിലെ പദങ്ങളുടെ ഒരു 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 റിസർവോയർ ആയിട്ട് കൂടി നമുക്ക് വേണമെങ്കിൽ കൃഷ്ണഗാഥയെ കാണാം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കൃഷ്ണഗാഥയുടെ ഭാഷയെ സംബന്ധിച്ച് അല്ലെ, അദ്ദേഹം ഉപയോഗിക്കുന്ന പ്രാസങ്ങൾ, അലങ്കാരങ്ങൾ, ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു സംസ്കൃത കാവ്യ പാരമ്പര്യത്തിന്റെ, അതോടൊപ്പം തന്നെ ദ്വിതീയാക്ഷര പ്രാസം പോലെയൊക്കെ മലയാള കവിതയുടെ പിന്നീടുള്ള നമ്മൾ അടുത്ത ഘട്ടത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട എന്താ പറയുക ഈ പ്രാസവാദമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ദ്വിതീയാക്ഷര പ്രാസം എന്ന് പറയുന്ന, അല്ലെങ്കിൽ കേരളപ്രാസം എന്നൊക്കെ രീതിയിൽ പേര് കേട്ട ഒരു മലയാള കവിതയുടെ പാരമ്പര്യത്തിനകത്ത് ഉറപ്പിച്ചെടുക്കുന്നതിനകത്തുള്ളൊരു പണി കൂടിയും അതിനകത്ത് നടക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സംഗതി അല്ലെ. പിന്നെ ഈ പറയുന്ന വൃത്തം, മഞ്ചരി എന്ന് പറയുന്ന ഒരു വൃത്തം അല്ലെ, ആ വൃത്തത്തിന്റെ കാര്യം മാഗന്ധ മഞ്ചരി എന്നും മഞ്ചരി എന്നും പറയുന്ന രണ്ട് തരത്തിലും അത് വിളിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു നമ്മൾ സാധാരണ എന്താ പറയാ ഒരു അലങ്കാരപ്രിയനായ കവിയായിട്ടാണ് പൊതുവെ, അത് ശബ്ദാലങ്കാരങ്ങൾക്ക്
അർത്ഥാലങ്കാരങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന അലങ്കാരപ്രിയനായ, അഥവാ ഈ പറയുന്ന എഴുത്തച്ഛനെ പോലെയൊക്കെ ഈ ഭക്തി രസത്തിന് മുൻതൂക്കം നൽകുന്നതിന് പകരം കാവ്യരൂപത്തിനകത്ത് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു ഒരു എഴുത്തുകാരനായിട്ടാണ് ശൃംഗാരവും ഭക്തിയും ഒരുപോലെ മറ്റേ കൈകാര്യം ചെയ്യുന്നത്. ശൃംഗാരവും ഭക്തിയും, ഭക്തി എന്ന് പറയുന്ന ഒരു രസം നമുക്കില്ല എന്നും, പ്രത്യേകിച്ച് മധ്യകാല നമ്മുടെ സൗന്ദര്യശാസ്ത്രത്തിനകത്ത് അത് ഈ ഭക്തിയും വാത്സല്യവും ഒക്കെ ശൃംഗാരത്തിന്റെ തന്നെ വ്യത്യസ്തമായ പ്രപഞ്ചനങ്ങളാണ് എന്ന് പറയുന്ന ഒരാശയം ഉണ്ട് എന്നൊക്കെ അറിയാം. അപ്പൊ അതൊക്കെ വാത്സല്യമായാലും അതുപോലെ തന്നെ ശൃംഗാരമായാലും ഭക്തിയായാലും ഇവയുടെയൊക്കെ ചെറിയ ഷെയ്ഡുകൾ കലർന്നുകൊണ്ടാണ് എഴുത്തച്ഛൻ കൃഷ്ണഗാഥയിലെ ഒരു സംസ്കാരം അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാവപരിസരം രൂപപ്പെടുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. മറ്റൊന്ന് കിളിപ്പാട്ടാണ്. കിളിപ്പാട്ട് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അതും ഒരു ഒരു തനി കേരളീയം എന്നൊന്നും നമുക്ക് പറയാൻ കഴിയാത്ത ഒരു ഒരു സാഹിത്യ രൂപമാണ്, അല്ലെ. ദ്രുതകാകളി വൃത്തത്തിൽ കിളിപ്പാട്ട് സാഹിത്യത്തിൽ ആദ്യമായി സ്ഥാനം കൊടുത്തതാരാണ് എന്നുള്ളതാണ് ഒരു ചോദ്യം, അല്ലെ. നമ്മൾ കിളിപ്പാട്ട് വൃത്തങ്ങൾ, നമ്മുടെ വൃത്തങ്ങളെ തന്നെ തരംതിരിച്ചിരിക്കുന്ന വൃത്തമഞ്ജരിയിൽ ഈ പറയുന്ന മധ്യകാല സാഹിത്യത്തെ ആസ്പദമാക്കിയിട്ടാണ് എന്ന് പറയുന്നത്. നമ്മൾ മൊത്തം കാവ്യ പാരമ്പര്യത്തെ പിന്നെ രൂപപ്പെടുത്തിയെടുക്കുന്നതിനകത്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മലയാള കാവ്യ പാരമ്പര്യത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിനകത്ത് ഈ പറയുന്ന മധ്യകാല സാഹിത്യം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇതിന് ഉത്തരാർക്കെല്ലാം അറിയാവോ? കേരളവർമ്മ. കേരളവർമ്മയാണ് അതിനകത്ത് ശരിയായ ഉത്തരം. ഓക്കെ. അടുത്തത് കിളിപ്പാട്ട്. കിളിപ്പാട്ടിനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. കിളിതൂത് അല്ലെങ്കിൽ കിളിവിടുത്ത് എന്നൊക്കെ പറയുന്ന പേരുകളിൽ അറിയപ്പെട്ടിരുന്നതും, അല്ലെ, ഈ പറയുന്ന ചെറു ചെറു പ്രാണികളെയും പക്ഷികളെയും ഒക്കെ ഉപയോഗിച്ച് അഭിമുഖീകരിച്ചുകൊണ്ടും, അല്ലെ, അതവരെ അഭിമുഖീകരിച്ചുകൊണ്ട് പാട്ട് പാടുക എന്ന് പറയുന്ന രീതിയാണ് പൊതുവെ കിളിപ്പാട്ട് പാരമ്പര്യത്തിലുണ്ടായിരുന്നത്. അല്ലെങ്കിൽ കിളി തന്നെ പാടുക എന്ന് പറയുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്തത് എന്ന്, കിളിയെ കൊണ്ട് ചൊല്ലിക്കുന്ന ഒരു രീതിയിലേക്ക് അത് എത്തുന്നു എന്ന് പറയാം. അതിനകത്ത് ഈ ശുഗ മഹർഷിയുമായി ബന്ധപ്പെട്ടുള്ള ചില സങ്കല്പങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ നിരവധി കഥകൾ, അറം പറ്റാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ നിരവധി കഥകൾ എന്തുകൊണ്ടാണ് കിളിപ്പാട്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പലതരം ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് എന്നറിയാം. പക്ഷെ പൊതുവെ ഈ പറയുന്ന തമിഴ് പാരമ്പര്യത്തിനകത്ത്, പ്രത്യേകിച്ച് തമിഴ് ഭക്തികാവ്യ പാരമ്പര്യത്തിനകത്ത്, ആഴ്വന്മാരുടെയും നാനാന്മാരുടെയും ഒക്കെ ഭക്തികാവ്യങ്ങൾക്കകത്തുള്ള ചില ചില എന്താ പറയാ കാവ്യ മാതൃകകളാണ് ഇതിന്റെ പിറകിൽ ഉണ്ടായിരുന്നത് എന്ന് ഉള്ള ഒരു വാദം കൂടെ പ്രബലമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിലനിന്നിരുന്ന ഒരു സംഗതിയാണ് മറ്റേ കിളിപ്പാട്ട്. കിളിപ്പാട്ട് രൂപങ്ങൾ അല്ലെങ്കിൽ പാട്ട് കൃതികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന് ഇവിടെ ഉണ്ടായിരുന്ന ചിരദേവി ചരിതം പോലുള്ള കൃതികൾ തന്നെ നമുക്ക് തെളിവുകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ കിളിപ്പാട്ട് വൃത്തങ്ങളും അതുപോലെ നമുക്ക് എന്താ പറയുക, അന്നനട ഒഴികെയുള്ള വൃത്തങ്ങളൊന്നും തന്നെ നമുക്ക് അപരിചിതങ്ങളായ വൃത്തം ആയിരുന്നില്ല. എഴുത്തച്ഛൻ ഒരു പക്ഷേ ആ രീതിയിൽ തൻ്റെതായ ഒരു വൃത്ത പരീക്ഷണം നടത്തിയത് അന്നനടയിലാണ് എന്നുള്ള കാര്യവും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ. ഇപ്പൊ കിളിപ്പാട്ട് പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാന രൂപത്തിലേക്ക് അദ്ദേഹം വികസിപ്പിച്ചെടുത്ത എഴുത്തച്ഛനാണെങ്കിലും, എഴുത്തച്ഛന്റെ രാമായണം, അധ്യാത്മ രാമായണം, കിളിപ്പാട്ട് നമുക്കറിയാവുന്ന പോലെ വാൽമീകി രാമായണത്തിന് പകരം എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന ഒരു സവിശേഷമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി എഴുതപ്പെട്ടുള്ള കാവ്യഗുണം കുറഞ്ഞതാണെങ്കിലും സവിശേഷമായ ധർമ്മപ്രബോധനം പ്രധാനമായിട്ടുള്ള ഒരു അധ്യാത്മ രാമായണത്തെ മൂലത്തേക്കാൾ അതിശയിപ്പിക്കുന്ന തർജ്ജമയാക്കി മാറ്റിയെടുക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്തത് എന്ന് പറയുന്ന ഒരു കാര്യം. അതുകൊണ്ട് എഴുത്തച്ഛൻ നല്ല വിവർത്തകനല്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. രണ്ട് കൃതികളും എഴുത്തച്ഛൻ്റെത് വിവർത്തനങ്ങളാണെങ്കിൽ കൂടിയും അദ്ദേഹം മലയാള സാഹിത്യത്തിന് ഈ പറയുന്ന ഒരു മൗലിക സാഹിത്യത്തിന് തുടക്കമിട്ട ആൾ കൂടിയാണെന്നും നമ്മൾ പറയാറുണ്ട്. അത്തരം ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. ഓക്കെ. അപ്പൊ ആ രീതിയിൽ ഈ ഒരു എഴുത്തച്ഛൻ്റെത് മാതൃക ഗ്രന്ഥങ്ങളായിട്ട് ഈ പറയുന്ന ആധ്യാത്മ രാമായണം കിളിപ്പാട്ടും മഹാഭാരതം കിളിപ്പാട്ടും മാറി ഇതിന്റെ തുടർച്ചയിൽ ധാരാളം തൊട്ട് പറകിൽ തന്നെ ധാരാളം പേർ, നമ്പ്യാരടക്കമുള്ള ആളുകൾ, അല്ലെ, ഈ പറയുന്നത് പോലെ ഈ കേരളവർമ്മ രാമായണം പോലെയൊക്കെയുള്ള ഈ പറയുന്ന കേരളവർമ്മ രാമായണത്തിന്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അല്ലെ. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് കിളിയെ കൊണ്ട്, നേരത്തെ ഉള്ളൊരു പാരമ്പര്യം അനുസരിച്ച് കിളിയെ കൊണ്ട് പാടിക്കുന്നതിന് പകരം കിളിയെ ഈ പറഞ്ഞ പോലെ സംബോധന ചെയ്യാത്ത ഒരു 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 കിളിപ്പാട്ട് കൂടിയാണ് കേരളവർമ്മ രാമായണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉണ്ണായി വാര്യരുടെ എന്ന് പറയുന്ന ഗിരിജാ കല്യാണം എന്ന് പറയുന്ന കൃതിയുണ്ട്, അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഈ പഞ്ചാന്തരം കിളിപ്പാട്ട് പോലെ ഭക്തി പ്രസ്ഥാനത്തിന് പുറത്തേക്ക് ഈ കിളിപ്പാട്ട് എന്ന് പറയുന്ന ഒരു ഒരു സവിശേഷമായ ആഖ്യാന രൂപത്തെ കൊണ്ടുപോവുകയാണ് നമ്പ്യാർ ചെയ്തത് എന്നുള്ള കാര്യം. അപ്പൊ അത് പിൽക്കാലത്തും നമ്മുടെ
അതിനെതിരെ തുടക്കകാലം വരെ തന്നെ നമുക്ക് പലതരം കിളിപ്പാട്ടുകൾ ഉണ്ടാവുന്നുണ്ട് എന്ന് നമുക്ക് ഹാസ്യകവനങ്ങളായിട്ട് പോലും കിളിപ്പാട്ടുകൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് കാണാൻ നമുക്ക് കഴിയും. ഓക്കെ, എഴുത്തച്ഛനെ സംബന്ധിച്ച ചില വിവരങ്ങൾ നിങ്ങൾക്കറിയാവുന്ന ചില വേണ്ടത്ര വിവരങ്ങൾ എഴുത്തച്ഛനെ കുറിച്ചില്ല എന്നുള്ളതാണ് എഴുത്തച്ഛനെ കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നമുക്കറിയാം. പക്ഷെ എഴുത്തച്ഛനെ കുറിച്ച് നമ്മൾ ഈ ഒരു വലിയ ടൈം സ്പാൻ പറയുന്നുണ്ടെങ്കിൽ 16-ാം നൂറ്റാണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പൊതുവായി പറയുന്നത്. എഴുത്തച്ഛന്റെ പേരിനെ കുറിച്ച് തന്നെ വലിയ തർക്കങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം. രാമനാണോ, രാമാനുജനാണോ, തുഞ്ചനാണോ എന്നൊക്കെ പറയുന്ന പലതരം ഈ പറയുന്നത് പോലെ എഴുത്തച്ഛന്റെ കൃതികളെ സംബന്ധിച്ച് 2 കൃതികൾ ആണ് ഏറ്റവും പ്രധാനമായിട്ടും എഴുത്തച്ഛൻ്റെ എന്ന് പറയുന്നത്. ബാക്കി കൃതികളെയൊക്കെ എഴുത്തച്ഛൻ്റെതാണോ അല്ലയോ എന്നൊക്കെ കുറച്ച് ഭാഗവതം, കിളിപ്പാട്ട് എഴുത്തച്ഛൻ്റെതല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ പറയുന്ന പോലെ ചിന്താരത്നം, ബ്രഹ്മാണ്ഡ പുരാണം തുടങ്ങിയ കൃതികൾ എഴുത്തച്ഛന്റെ പേരിൽ അറിയപ്പെടുന്നുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ഹരിനാമ കീർത്തനം, അതുപോലെ തന്നെ ദേവി മഹാത്മ്യം, 24 വൃത്തം, അങ്ങനെ കുറെ കൃതികളൊക്കെ എഴുത്തച്ഛന്റെ കൃതികളായിട്ട് ഈ മറ്റേ എഴുത്തച്ഛന്റെ ഒരു ജീവചരിത്രമൊക്കെ എഴുതാൻ ശ്രമിച്ചിട്ടുള്ള കുറുവാന്തൂരി ശങ്കരൻ എഴുത്തച്ഛനും മറ്റുമൊക്കെ പറയുന്നുണ്ട്. ശിവമഹാത്മ്യം എന്ന് പറയുന്ന ഒരു കൃതി എഴുത്തച്ഛൻ്റെതാണെന്ന് ഗോവിന്ദപിള്ള പറയുന്നുണ്ട്. അങ്ങനെ എഴുത്തച്ഛന്റെ കൃതികളെ കുറിച്ച് തന്നെ നമുക്ക് ചെറിയ ഈ പറഞ്ഞതുപോലെ സംശയങ്ങളുണ്ട് എന്നുള്ളതാണ്. എന്തായാലും എഴുത്തച്ഛൻ MGS പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് അതാണ്. കാരണം ഒരു കേരളം കാണുകയല്ല, കേരളത്തെ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അന്നൊരു കേരളം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. പക്ഷെ ഈ തെക്ക് വടക്കില്ലാതെ തന്നെ കേരളീയ ഭവനങ്ങളിൽ മുഴുവൻ വായിക്കപ്പെടുന്ന ഒരു കാവ്യമായി, ആ കാവ്യ സംസ്കാരത്തിലൂടെ ഒരു സവിശേഷമായ ഒരു ഭക്തിയുടെ അന്തരീക്ഷവും അതോടൊപ്പം തന്നെ ഒരു തരം ആത്മീയമായ ഒരു ഐക്യപ്പെടലും ഉണ്ടാവുന്നതിന് വലിയൊരു കാരണമായി തീർന്നിട്ടുള്ള അത് എഴുത്തച്ഛന്റെ കൃതികളാണ് എന്നും അതുകൊണ്ട് എഴുത്തച്ഛൻ സൃഷ്ടിച്ചാണ് കേരളം എന്ന് പറയുന്ന ആ അർത്ഥത്തിലാണ് ഭാഷയുടെ പിതാവ് എന്ന് നമ്മൾ കാണേണ്ടത് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഭക്തി എന്ന് പറയുന്ന ഒരു ആത്മീയ വിപ്ലവത്തിന്റെ ആചാര്യനായിട്ടാണ് എഴുത്തച്ഛനെ വെക്കുന്നതെന്നും അത് അങ്ങനെയുള്ളൊരു മൊത്തം ഭക്തി എന്ന് പറയുന്ന ഇന്ത്യയെ മുഴുവൻ ഒന്നിപ്പിച്ച അന്നത്തെ ഒരു സവിശേഷം പൗരാണികമായ ഒരു ഇന്ത്യയെ പലതരം കൊളോണിയൽ അധിനിവേശങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട് ചിതറിക്കടന്നിരുന്ന ഒരു ഇന്ത്യയെ എല്ലാം ചേർത്തെടുക്കുന്ന ഒരു സംഗതി കൂടെ ഭക്തി മൂവ്മെന്റിൽ ഉണ്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ കീഴാള ആത്മീയതയുടെ ഒരു വലിയ മുന്നേറ്റവും ഭക്തി മൂവ്മെന്റിൽ ഉണ്ടാവുന്നുണ്ട്. അത് സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ദേശീയതയുടെ ഒരു പൗരാണിക ദേശീയതയുടെ ഒരു അന്തരീക്ഷം ഉണ്ടാവുന്നുണ്ട്. അതിന്റെ ഒരു കേരളീയ പ്രത്യക്ഷമായിട്ടാണ് നമ്മുടെ എഴുത്തച്ഛനെ കാണുന്നത് എന്ന് പറയുന്ന ഒരു കാര്യം. യഥാർത്ഥത്തിൽ തന്നെയാണ് വൈശിക തന്ത്രത്തിൽ നിന്നും അധ്യാത്മരാമായണത്തിലേക്കും ചന്ദ്രോത്സവത്തിൽ നിന്നും മഹാഭാരതത്തിലേക്കുള്ള പ്രയാണം രാത്രിയിൽ നിന്ന് പകലിലേക്കെന്ന പോലെ കേരളീയർക്ക് ഉണർച്ചയും ഉയർച്ചയും നൽകി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ളൊരു നവോത്ഥാനം എന്ന് പറയുന്ന ഒരു സംഗതി ആ അർത്ഥത്തിൽ എഴുത്തച്ഛൻ ചെയ്തു എന്ന് പറയുന്നതാണ് ഏറ്റവും ഈ ഭക്തി ജ്ഞാന യോഗം എന്ന് പറയുന്ന കൃഷ്ണപിള്ള പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ്. ഓക്കെ, അപ്പോ എഴുത്തച്ഛന്റെ കൃതികൾ ഏതൊക്കെയാണെന്നും എഴുത്തച്ഛൻ എന്താണ് ഭാഷയെ സൃഷ്ടിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള സാഹിത്യ ചരിത്രകാരന്മാരുടെയും എഴുത്തച്ഛൻ പഠിതാക്കളുടെയും എഴുത്തച്ഛൻ പഠനം ധാരാളം പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അത്തരം ആളുകളുടെ ചില അഭിപ്രായങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, തുള്ളൽ എന്ന് പറയുന്ന മറ്റൊരു കലാരൂപമാണ്. നമുക്ക് അറിയാവുന്നത് പോലെ അത് ഈ നേരത്തെ നമ്മൾ പരിചയപ്പെട്ടുള്ള 2 സംഗതികളും ഈ പറയുന്ന പെർഫോമിംഗ് ആർട്സുമായിട്ട് വലിയ ബന്ധമില്ലാത്തതും കുറെ കൂടെ വ്യക്തിനിഷ്ഠമായിട്ടുള്ളതും കുറെ കൂടെ ആത്മീയമായിട്ടുള്ളതുമാണെങ്കിൽ കുറെ കൂടെ സാമൂഹികമായിട്ടുള്ളതും കുറെ കൂടെ തുറന്നതുമായിട്ടുള്ള ഒരു ആവിഷ്കാരമാണ് തുള്ളൽ എന്ന് പറയുന്നത്. ആ തുള്ളലിൻ എന്ന് പറയുന്ന കലാരൂപത്തിനുണ്ടാക്കിയ പാട്ടുകൾ എന്നുള്ള അർത്ഥത്തിലാണ് തുള്ളൽ പാട്ടുകളുടെ ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നത്. 75 തുള്ളൽ കൃതികൾ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് കുറെ തുള്ളലുകളൊക്കെ VS ശർമ്മ ശേഖരിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും അതിനകത്ത് എത്ര എണ്ണമാണ് ഈ പറയുന്ന പോലെ കുഞ്ചൻ നമ്പ്യാർ എഴുതിയത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണയൊന്നും നമുക്കില്ല. എന്തായാലും ഈ കൂത്ത് പാരമ്പര്യം, തമിഴിനകത്തുള്ള ഒരു കൂത്ത് പാരമ്പര്യത്തിന്റെ തുടർച്ചയിലാണ് ഈ നൃത്തത്തിനോടൊപ്പം ഒരുപക്ഷെ ഈ പറയുന്ന കഥകളിയിലൊന്നും ഇല്ലാത്ത അതിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വാചികം കൂടെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു തുള്ളൽ എന്ന് പറയുന്ന ഒരു രൂപം ഉണ്ടാവുന്നത്. അതിന് കേരളീയമായ പാരമ്പര്യമുണ്ടെന്നും കോലം തുള്ളലിൽ നിന്നാണ് ഓട്ടം തുള്ളൽ ഉണ്ടായത് എന്നൊക്കെ പറയുന്ന പടയണിയുടെ സ്വാധീനം അതിനകത്ത് വളരെ വ്യക്തമാണ്, അല്ലെ? ഈ പറയുന്ന തുള്ളലിന്റെ വകഭേദങ്ങൾ 3 നോക്കിക്കഴിഞ്ഞാൽ അത് കേരളീയമായിട്ടുള്ള നാടോടി കലകളുടെ ഒരു വികസിത രൂപമായിട്ട്, അതായത് നാടോടി കലകളുടെ അനുഷ്ഠാന രൂപങ്ങളുടെ ഒരു സ്റ്റേജ് പെർഫോമൻസ് ആയിട്ട്, അതിന്റെ ഒരു മിമിക്കായിട്ടാണ് പലപ്പോഴും അല്ലെ ഈ പറയുന്ന കൂടിയാട്ടം പാഠകം വരെ എത്തി നിൽക്കുന്ന നമ്മുടെ ക്ഷേത്രകലകളെയും ഈ ക്ഷേത്രത്തിന് പുറത്തുള്ള ഈ പറയുന്ന നാടോടി കലകൾക്ക് ഇടയിലുള്ളൊരു സ്ഥാനമാണ് നമ്പ്യാർ എന്ന് പറയുന്ന, അല്ലെ ഈ പറയുന്ന ചാക്യാരിനേക്കാൾ തൊട്ട് താഴെ ജാതിയിലുള്ള അല്ലെ നമ്പ്യാർ എന്ന് പറയുന്ന ഒരാൾക്ക് കൂത്തമ്പലത്തിന് പുറത്ത് ഉള്ള എന്നാൽ ഇതിന്റെ ഇടയിലുള്ള ഒരു സ്ഥാനം ഉണ്ടാകും. അവിടെയാണ് അദ്ദേഹത്തിന്റെ സവിശേഷമായ ഒരു സാഹിത്യ വ്യവഹാരം ഉണ്ടാവുന്നത്.
ആ അർത്ഥത്തിൽ ഈ രണ്ട് പാരമ്പര്യങ്ങളെയും, ഈ പറയുന്ന ക്ഷേത്രകേന്ദ്രിതമായ ഈ പറയുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ ത്രൈവർണിക സാഹിത്യത്തിന്റെ ഒരു പാരമ്പര്യവും നാടോടി സാഹിത്യത്തിന്റെ പാരമ്പര്യത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് അയാൾ തുള്ളിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് അദ്ദേഹം പലപ്പോഴും എടുത്തിരിക്കുന്നത് ഏറ്റവും കീഴാളമായിട്ടുള്ള ചില ഈ പറയുന്ന പുലയരുടെ ഇടയിലുള്ള നൃത്തങ്ങളുടെ തന്നെ പരിഷ്കരിച്ച രൂപമൊക്കെ അദ്ദേഹം ശീതങ്കൻ തുള്ളിലേക്ക് കൊണ്ട് അതിന്റെ വേഷത്തിന്റെ സ്വഭാവമൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഈ പറയുന്ന നമ്മുടെ ആഹാര്യ സങ്കല്പങ്ങളെയൊക്കെ കഥകളിയും കൃഷ്ണാട്ടവും ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള ആഹാര്യ സങ്കല്പങ്ങളെ മുഴുവൻ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന നമ്മുടെ അനുഷ്ഠാന രൂപങ്ങളുടെ പല രൂപങ്ങളെയും അതോടൊപ്പം തന്നെ നമ്മൾ ചപ്പലയൊക്കെ വെച്ച് കെട്ടിയിട്ടുള്ള ചില ഈ നൃത്താഭാസങ്ങൾ എന്നൊക്കെ പറയാവുന്ന അത്തരം ചില രൂപങ്ങളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന ക്ലാസിക്കൽ കലകളെ വെല്ലുവിളിച്ചത്. അതുകൊണ്ട് തന്നെ തുള്ളൽ ഒരു ക്ലാസിക്കൽ കലയാണോ ഫോക്ക് കലയാണോ എന്നുള്ളത് തന്നെ വലിയ തർക്ക വിഷയമായിട്ട് പിന്നീട് വരികയും ചെയ്തു എന്നുള്ളതാണ് അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള വൃത്തത്തിന്റെ രീതി, വൃത്ത സ്വീകരണത്തിന്റെ രീതി നോക്കിക്കഴിഞ്ഞാൽ മൂന്നരം തുള്ളലുകൾ മൂന്നരം പെർഫോമിങ്ങിന്റെ സ്വഭാവത്തിൽ ഒന്ന് പതിഞ്ഞ താളത്തിലാണ്, കുറെ കൂടെ ശീഘ്ര താളത്തിലേക്ക് ശീതങ്കൻ വരുന്നു. ഏറ്റവും മുറുകിയ താളം അതാണ് മറ്റേ ഓട്ടൻ തുള്ളൽ എന്ന് പറഞ്ഞു, ഓടിക്കുന്നു എന്ന് പറഞ്ഞു, അങ്ങനത്തെ ഒരു ഓട്ടംതുള്ളൽ എന്ന് പറഞ്ഞ് കുറെ കൂടെ മുറുകിയ ഒരു സംഗതിയിലേക്ക് വരുന്നു. അതിനനുസരിച്ചിട്ടാണ് ഈ വൃത്തങ്ങളും ഉണ്ടാവുന്നത്. പക്ഷെ പൊതുവെ ഓട്ടംതുള്ളലുകളാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും മികച്ച സാഹിത്യ രൂപം എന്ന് നമ്മൾ പറയുന്ന കല്യാണ സൗഗന്ധികം പോലുള്ള ശീതങ്കൻ തുള്ളലുകളൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടും ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യപ്പെടുന്നതും ആളുകളിലേക്ക് തുള്ളലിനെ ജനകീയമാക്കി മാറ്റിയതും അല്ലെ. അതുകൊണ്ടാണ് നമ്മുടെ ആദ്യത്തെ ജനകീയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ പ്രയോഗങ്ങൾ ഉണ്ടാവുന്നത്. അത് തരംഗിണി വൃത്തം കുറെ കൂടെ മുറുകിയ ഒരു വൃത്തമായതുകൊണ്ടുകൂടി ആണ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഓട്ടം തുള്ളലുകൾ തുള്ളലിൽ വരാനുള്ള കാര്യവും ആ കലാരൂപത്തെ തുള്ളൽ എന്നതിന് പകരം ഓട്ടം തുള്ളൽ എന്ന് ഒരു പൊതുപേരായി മാറാനുള്ള കാരണവും എന്ന് നമുക്കറിയാം. ഓക്കെ, അതിന്റെ വേഷവിധാനത്തെ കുറിച്ചൊക്കെ ഒന്നും ഒരുപാട് വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകണ്ട. പക്ഷെ അത് ഈ കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ട് കൂടി കയറി വരുന്ന ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ദേശീയ പാരമ്പര്യത്തെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിന്റെ 3 വേഷങ്ങൾ തമ്മിലൊരു വ്യത്യാസം ഒന്ന് ഇതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിനകത്ത് മുഴുവൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉടുപ്പായാലും അതിന്റെ ഈ പറഞ്ഞ തുള്ളലായാലും അതിന്റെ മുദ്രകളായാലും ഇതെല്ലാം ഒരുതരം ഈ പറയുന്ന ദേശീയ സംസ്കാരത്തിന്റെയും ക്ലാസിക്കൽ സംസ്കാരത്തിന്റെയും ഒരു മിമിക്കിന്റെ സ്വഭാവത്തിലാണ്. അങ്ങനെയാണ് ഈ ഹാസ്യം ജനിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ക്ലാസിക്കലാക്കാനുള്ള ശ്രമമാണ് പിൽക്കാലത്തെ പല തുള്ളൽ കലാകാരന്മാരും ചെയ്തത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്പ്യാരെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് തന്നെ കിട്ടിയ ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു പറച്ചിൽ, തുള്ളിപ്പറച്ചിൽ എന്ന് പറയുന്നത്. അപ്പൊ തുള്ളിക്കൊണ്ട് പാടുക എന്ന് പറയുന്ന വളരെ അപൂർവമായിട്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഹാസ്യം എന്ന് പറയുന്ന നമ്മുടെ രസസങ്കല്പ പ്രകാരം താരതമ്യേന അല്പം താഴ്ന്ന അല്ലെങ്കിൽ അധമം എന്ന് നമ്മൾ വിളിക്കാവുന്ന മാർജിനലൈസ് ചെയ്യപ്പെട്ട ഒരു രസമാണ് ഹാസ്യം എന്ന് പറയുന്നത്. അപ്പൊ ഹാസ്യത്തെ അങ്കിരസമായി ഒരു പക്ഷേ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ തന്നെ കൊണ്ടുവന്നതും ഇദ്ദേഹമാണ് എന്നുള്ള കാര്യം ഓർമ്മയുണ്ടാവും അല്ലെ. അപ്പൊ ഈ ഒരു 3 തുള്ളലുകളുടെയും വ്യത്യാസം എന്ന് പറയുന്നത് അല്ലെ. കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചിട്ടുള്ള ചില പ്രധാനപ്പെട്ട ചില പരാമർശങ്ങൾ, ജനകീയത എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെ. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളെ സംബന്ധിച്ച ധാരണയുണ്ടാവണം. അദ്ദേഹം ഈ പറയുന്ന തുള്ളൽ കൃതികൾ എഴുതിയത്തോളം തന്നെ ഗഹനമായിട്ടുള്ളതും വളരെ ബൃഹത്തായിട്ടുള്ളതുമായ വേറെയും ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു തുള്ളൽ എഴുത്തുകാരൻ എന്ന രീതിയിലാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കൂടിയും ശീർഷരിതമണി പ്രവാളം, അതുപോലെ പഞ്ചതന്ത്രം കിളിപ്പാട്ട് പോലെയും ജീവകരണം കിളിപ്പാട്ട് പോലെയൊക്കെയുള്ള വലിയ കൃതികളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രധാനപ്പെട്ട തുള്ളൽ കൃതികൾ പട്ടിക തിരിച്ചിട്ടുള്ള ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള അത് ഏത് തുള്ളലാണ്, ഇന്ന തുള്ളലിന് ഉദാഹരണമാണ് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ കാണാറുണ്ട്. അതുകൊണ്ട് അതിനെ പ്രധാനപ്പെട്ട ചില തുള്ളലുകളെ നിങ്ങളൊന്ന് മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. അത് ഏത് ശീതങ്കനാണോ പറയാനാണോ ഓട്ടനാണോ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചുള്ള ചില പഠനങ്ങൾ, പ്രധാനപ്പെട്ട ചില പഠനങ്ങളുടെ ഒരു ലിസ്റ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ പറയുന്നത് ചിലപ്പോൾ നമുക്ക് അങ്ങനെ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ആദ്യകാല പഠനങ്ങൾ, ജീവചരിത്രപരമായിട്ടുള്ള ആദ്യകാല പഠനങ്ങൾ മാറിക്കഴിഞ്ഞാൽ തുള്ളലിന്റെ സാഹിതീയ പഠനങ്ങൾ VS ശർമ്മ സാറോടുകൂടിയാണ് തുടങ്ങുന്നത്. വലിയ രീതിയിൽ തുള്ളലിന്റെ ഒരു സാഹിതീയ പഠനം എന്ന് പറയുന്നത് തുടങ്ങുന്നത്. ദൃശ്യകലാപഠനം എന്ന രീതിയിൽ കാര്യമായിട്ട് ഈ പറയുന്ന തുള്ളലിനെ ആരും പഠിച്ചിട്ടുമില്ല. കഥകളിക്ക് ഉണ്ടായ പോലെ പഠനങ്ങൾ തുള്ളലിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് രസകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. എന്നാൽ അതിനെ ഈ പറയുന്ന നമ്പ്യാർ എന്ന് പറയുന്ന ഒരു കവിയെ നമ്മുടെ സിലബസുകളുടെ ഒരു ഫ്രെയിം വർക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ കഴിയും. നമ്മുടെ മലയാളം സിലബസുകളിൽ ഏറ്റവും അവസാനം വന്ന കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. ആദ്യകാല സിലബസുകളിൽ നിന്നും കുഞ്ചൻ നമ്പ്യാർ ഉണ്ടായിരുന്നില്ല. എഴുത്തച്ഛനും മറ്റുമൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. മണിപ്രവാള കൃതികളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ കുഞ്ചൻ
കുഞ്ചൻ നമ്പ്യാർ നമ്മുടെ അക്കാദമിക വ്യവഹാരങ്ങളിലേക്ക് തന്നെ വരുന്നത് വളരെ വൈകിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത് നമ്പ്യാരുടെ തുള്ളലിന്റെ ഒരു പ്രത്യേകത കൊണ്ടുകൂടിയാണ്. അതിന്റെ ഈ പറയുന്ന എന്താ പറയാ, ഈ ക്ലാസിക്കൽ അല്ലാത്ത അതിന്റെ ചില സ്വഭാവങ്ങൾ കൊണ്ടുകൂടിയാണ്, അതിന്റെ ഒരു തരം കലാപ സ്വഭാവം കൊണ്ടുകൂടിയാണ്. ഈ സ്വഭാവത്തെ മുൻനിർത്തിക്കൊണ്ട് കുഞ്ചൻ നമ്പ്യാരെ പോലെ ഒരാളെ റീറീഡ് ചെയ്യുന്ന ഒരു വർക്ക് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ഡോക്ടർ കെ എൻ ഗണേശിന്റെ വാക്കും സമൂഹവും എന്ന് പറയുന്ന നമ്പ്യാരെ കുറിച്ചിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പഠനം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചില പഠനങ്ങളുടെ ഒരു ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, ആട്ടക്കഥകളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രധാനമായിട്ടും 3 പേരാണ് പ്രധാനമായിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് നടുനായകത്വം എന്നൊക്കെ നമ്മൾ പറയുന്ന നളചരിതത്തിലാണ്. കോട്ടയത്ത് തമ്പുരാനുണ്ട്, അല്ലെ, ഈ കോട്ടം തീർന്ന കോട്ടയം കഥകൾ എന്ന് പറയുന്ന കോട്ടയത്ത് തമ്പുരാന്റെ 3 ആട്ടക്കഥകളുണ്ട്, നളചരിതമുണ്ട്. അതിനുശേഷം നമുക്ക് അങ്ങനെ പറയാൻ കഴിയാവുന്ന ഒരു വലിയ റൈറ്റർ എന്ന് പറയുന്നത് ആട്ടക്കഥയുടെ മേഖലയിൽ ഇരയിമ്മൻ തമ്പിയാണ് എന്ന് നമുക്കറിയാം, അല്ലെ. അപ്പോ ചോദ്യം ഇത് നിങ്ങൾക്കറിയാവുന്ന ഒരു ചോദ്യം തന്നെയാണ്, അല്ലെ. 5-6 വ്യാഖ്യാനങ്ങൾ നളചരിതത്തിന് ഉണ്ടായിട്ടുണ്ട്, ബൃഹത്തായ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നറിയാം, അല്ലെ. അപ്പൊ അതിനകത്ത് ദീപിക എന്ന് പറയുന്ന വ്യാഖ്യാനം രചിച്ചത് ആരാണെന്നുള്ളതാണ് ചോദ്യം, അല്ലെ. എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണെന്ന് തോന്നുന്നു, അല്ലെ. ദേശമംഗലത്തെ രാമവാര്യരുടേതാണ് ദീപിക എന്ന് പറയുന്നത്, അല്ലെ. കാന്താരതാരകം എന്ന് ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം. കാന്താരതാരകം എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനം എഴുതിയത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം AR രാജരാജവർമ്മയായിട്ട് മാറും. ഓക്കെ, അപ്പൊ ആട്ടക്കഥ എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ അവിടെയും കഥകളി എന്ന് പറയുന്ന ഒരു സവിശേഷമായ കലാരൂപത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ വളരെ ക്ലാസിക്കലായിട്ടുള്ള സംസ്കൃത പാരമ്പര്യം, ക്ഷേത്ര കേന്ദ്രിതമായിട്ടുള്ള ഭക്തി കേന്ദ്രിതമായിട്ടുള്ള ഈ പറയുന്ന കൂത്തമ്പലത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാസംസ്കൃതിയുടെ പുറത്തേക്കുള്ളൊരു വരവായിരുന്നു. അതോടൊപ്പം തന്നെ അതിനകത്തുള്ള പല വേഷങ്ങളുടെയും അതുപോലെ തന്നെ ഇപ്പൊ ഈവൻ അതിനകത്ത് ഈ ചുവന്ന താടി പോലുള്ള പല വേഷങ്ങൾക്കും പോർച്ചുഗീസ് വേഷങ്ങൾ സഹായിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇത്തരം സംസ്കാര സങ്കലനത്തിന്റെ ഒരു ആവിഷ്കാര രൂപമായിട്ട് ഈ പറയുന്ന കഥകളി എന്ന് പറയുന്ന ഒരു കലാരൂപം കടന്നു വരുന്നുണ്ട്. അതിന്റെ ഒരു ഉൽപ്പത്തിയെ കുറിച്ചുള്ള കഥകൾ നോക്കുമ്പോഴും ഈ പറയുന്ന പൂർണ്ണമായും സംസ്കൃതത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള, അല്ലെ, നമുക്ക് ഈ പറയുന്ന കൃഷ്ണനാട്ടം എന്ന് പറയുന്ന കലാരൂപം, ആ കലാരൂപം ഇവിടെ അവതരിപ്പിക്കാൻ കാണാൻ അവസരം കിട്ടാത്തതിനോടുള്ള പ്രതിഷേധമായിട്ട് രാമനാട്ടം അതിന് പകരം എഴുതി എന്നൊക്കെ പറയുന്ന, അല്ലെ, കൊട്ടാരക്കര തമ്പുരാനിൽ നിന്ന് തുടങ്ങുന്ന ഒരു ഈ രാമനാട്ടത്തിലൂടെ തുടങ്ങുന്ന കഥകളിയുടെ ഒരു സംഗതി നിങ്ങൾക്കറിയാം. അപ്പൊ അതിനുശേഷം ആണ് ഈ കഥകളി എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഈ ക്ലാസിക്കൽ കലകളെ മുഴുവൻ എന്താ പറയാ അപ്രസക്തമാക്കി കൊണ്ടൊരു വലിയ കലാരൂപമായിട്ട് പിന്നീട് ഈ പറയുന്ന കാലഘട്ടത്തിനകത്തേക്ക് വരും. അത് കേരളീയ എന്ന് പറഞ്ഞാൽ കഥകളി എന്ന അർത്ഥത്തിലേക്ക് മാറുകയൊക്കെ ചെയ്യുന്ന ഒരു ഘട്ടം കൂടിയാണ് എന്നുള്ളതാണ്. അപ്പൊ കൂത്തിന്റെയും കൂടിയാട്ടത്തിന്റെയും ഒക്കെ വലിയൊരു പാരമ്പര്യം അതോടുകൂടെ ഏതാണ്ട് മാർജിനലൈസ് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ കഥകളിക്കകത്ത് ഈ പറയുന്ന ഞാൻ പറഞ്ഞത് ആ കലാരൂപം ഒരു പുതിയ കലാരൂപമായിട്ട് വികസിച്ചു വന്നതാണെങ്കിൽ കൂടിയും അതിന്റെ വേരുകൾ മുഴുവൻ കിടക്കുന്നത് ഇവിടെയുള്ള ഈ ഒരു ദേശീയം അല്ലെങ്കിൽ സംസ്കൃത നാട്യ പാരമ്പര്യത്തിൽ തന്നെയാണ് എന്ന് പറയാൻ. ഇപ്പൊ രാമനാട്ടത്തിൽ നിന്ന് കഥകളി തുടങ്ങി എന്നല്ലേ ഈ പറയുന്ന ഏതാണ്ട് ഇതിനെ അനുകരിച്ചുകൊണ്ട് തന്നെ എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന രാമന്റെ കഥ എന്ന് പറയുന്നത്, അല്ലെ, അതിനെ വികസിപ്പിച്ചെടുത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന ആധുനികമായി കഥകളിയെ മാറ്റിയെടുത്തത്, അല്ലെ. പിന്നീട് അതിനകത്ത് പല ആളുകളും പലതരം ചിട്ടകളൊക്കെ കടന്നു വരുന്നത് കേരള സംസ്കാരത്തിൽ നമ്മളത് വിശദീകരിക്കുന്നത്. നമ്മൾ അതിന്റെ സാഹിത്യ രൂപത്തെ കുറിച്ച് മാത്രമായി പറയുകയാണെങ്കിൽ കോട്ടയത്ത് തമ്പുരാനാണ് ഏറ്റവും എന്താ പറയാ പ്രബലനായ ഒരാൾ എന്നുള്ള അദ്ദേഹത്തിന്റെ ഈ പറയുന്ന പ്രധാനപ്പെട്ട 4 ആട്ടക്കഥകളല്ലേ, അതിനകത്ത് ഈ പറഞ്ഞ പോലെ 3 വധങ്ങളും പിന്നെ കല്യാണ സൗഗന്ധികവും അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ആട്ടക്കഥയാണ്. അതിനുശേഷമാണ് നളചരിതം എന്ന് പറയുന്ന, അല്ലെ, ഈ പറയുന്ന കേരളത്തിന്റെ ഒരു നാടകരൂപം എന്ന അർത്ഥത്തിലേക്ക് കഥകളിയെ മാറ്റിയെടുത്തത് ഇദ്ദേഹമാണ് എന്ന് നമുക്കറിയാം, അല്ലെ, ഉണ്ണായി വാര്യരാണെന്ന് നമുക്കറിയാം. അപ്പോ കോട്ടയത്ത് തമ്പുരാന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത് ഭഗവതവും കല്യാണ സൗഗന്ധ്യവും ഗർമീരവധവും നിവാദ കവചകാല ഏവ്യാതും അതിനകത്ത് തന്നെയുള്ള ചില പ്രത്യേക പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ചില പ്രത്യേക രീതികളൊക്കെ വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ പലപ്പോഴും വരാറുണ്ട് എന്നുള്ളത് ഓർമ്മയുണ്ടാവണം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കഥകൾ അർത്ഥത്തിൽ ഓർമ്മയുണ്ടാവണം, അല്ലെ. ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഉണ്ണായി വാര്യരെ കുറിച്ച്, അല്ലെ, നളചരിതം എന്ന് പറയുന്ന ഈ പറയുന്ന
മലയാളത്തിൽ അതിനു മുമ്പും നളചരിത ആഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള വനപർവ്വത്തിലെ ഒരു സവിശേഷമായ ഒരു സംഗതി എടുത്ത് കൊണ്ടുകൊണ്ട് വളരെ പലതരം ലെയറുകളുള്ള കഥാപാത്രങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെ ഈ ഒരു പാത്ര സൃഷ്ടി എന്ന് പറയുന്നത് വളരെ പ്രധാനമായി തീരുന്ന ഒരു പക്ഷേ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ രൂപമായിട്ട് നമ്മൾ ഉണ്ണായിവാരുടെ നളചരിതത്തെ കുറിച്ച് പറയാണ്ട് നളചരിതം നരചരിതമാണ് എന്നും അത് ഈ പറഞ്ഞ പോലെ സാത്വികം, രാജസം, താമസം എന്ന് പറയുന്ന 3 അവസ്ഥകൾക്ക് ഇടയിലുള്ള ഒരു മനുഷ്യന്റെ ജീവിതം തന്നെയാണെന്നും അതിനെ നിരവധി ഈ വെസ്റ്റേൺ എപ്പിക്കുകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പഠനങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് പറയാം. അപ്പൊ ആ അർത്ഥത്തിൽ കലി എന്ന് പറയുന്നത് ഈ പറയുന്ന മനുഷ്യന്റെ തന്നെ ഒരു നീച വികാരത്തിന്റെ അവനകത്ത് തന്നെയുള്ള ഒരു സാധനത്തിന്റെ ഒരു പെർസോണിഫിക്കേഷൻ ആണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം. അപ്പൊ ആ നളചരിതത്തിന്റെ കഥയെ ഇങ്ങനെ 4 ഭാഗങ്ങളായിട്ട് തിരിച്ചുകൊണ്ടാണ് അദ്ദേഹം 4 ദിവസങ്ങളാക്കി ഇതിനെ ചിട്ടപ്പെടുത്തിയതെങ്കിൽ കൂടിയും നളചരിതത്തിന്റെ ആട്ടപ്രകാരങ്ങൾ പിന്നീട് ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ നളചരിതം എന്ന് പറയുന്നത് ആധുനിക കാലം വരേക്ക് മുന്നേ തന്നെ നമ്മൾ ഏറ്റവും പുതിയ ഒരു 80കൾക്ക് മുമ്പൊക്കെ ഈ പറയുന്ന 1980കൾക്ക് മുമ്പ് തന്നെ നളചരിതം കാര്യമായി രംഗത്ത് അവതരിപ്പിക്കപ്പെട്ടിരുന്നില്ല എന്നുള്ളത് കോട്ടയം കഥകൾക്കും മറ്റുമൊക്കെ ആയിരുന്നു വലിയ പ്രചാരമുണ്ടായിരുന്നതെന്നും അപ്പോൾ രംഗത്ത് അതൊരു എന്താ പറയാ സൂപ്പർ ഹിറ്റ് ആയിരുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് അദ്ദേഹം ഉപയോഗിച്ച ഭാഷയെ സംബന്ധിച്ചാണ്. അതും ഈ പറയുന്ന സംസ്കാര സങ്കരത്തിന്റെ സ്വഭാവം, അതോടൊപ്പം തന്നെ ഈ പറയുന്ന സംസ്കൃതമേത് മലയാളമേത് രണ്ടും ഒരേ തരം ഭാഷയായി കാണുന്ന രീതിയിലുള്ള തരം വികട പ്രയോഗങ്ങൾ ധാരാളമായിട്ട് വരുന്നു. അതിനെയാണ് ഈ വെങ്കല ഭാഷ എന്നൊക്കെ പറയുന്ന സാധനം എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് വെളുത്തീയം ഏതാണ്, ചെമ്പ് ഏതാണ്, ഈ സംസ്കൃതവും മലയാളം തമ്മിൽ കൂട്ടിക്കലർന്നതുമായി ബന്ധപ്പെടുത്തി അല്ലെ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന വെങ്കലം എന്ന് പറയുന്ന രീതിയിൽ ലോഹക്കിലുക്കമുള്ളൊരു ഭാഷ അദ്ദേഹം അതോടൊപ്പം തന്നെ തനി ദേശീയമായിട്ടുള്ള പഴഞ്ചൊല്ലുകളെയൊക്കെ സംസ്കൃതമാക്കി അവതരിപ്പിക്കുക എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഭാഷാപരമായ പരീക്ഷണങ്ങളൊക്കെ പറയാറുണ്ട് അല്ലെ. പിന്നെ അദ്ദേഹത്തിന്റെ നളചരിത വ്യാഖ്യാനങ്ങളെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ഇത്തരം വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുള്ളത് അവിടെയാണ്. മറ്റ് ശാസ്ത്രികളുടെ വ്യാഖ്യാനമുണ്ട്, ഇളംകുളം കുഞ്ഞമ്പിള്ളയുടെ വ്യാഖ്യാനമുണ്ട് അല്ലെ, സഹൃദയ രഞ്ജിനി എന്ന് പറഞ്ഞ ആറുനാരായണമണിക്കരുടെ വ്യാഖ്യാനമുണ്ട്. കാന്താരതാരകത്തെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ദശമംഗലത്തെ രാമവാര്യരുടെ വ്യാഖ്യാനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പുതുതായിട്ട് വളരെ പോപ്പുലർ ആയത് ഈ പന്മന രാമചന്ദ്രൻ നായരുടെ കൈരളി എന്ന് പറയുന്നൊരു വ്യാഖ്യാനം കൂടെ ഉണ്ട് അല്ലെ. ഇത് കൂടാതെ ഗിരിജാ കല്യാണം എന്ന് പറയുന്നൊരു കൃതി കൂടെ അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ട് എന്നാണ് അല്ലെ. അദ്ദേഹത്തിൻ്റെതായിട്ട് നമ്മൾ പറയുന്ന ഒരു കൃതി കൂടിയാണ് അല്ലെ. അത് ഈ പാർവതി പരിണയം ഒരു പ്രമേയമായിട്ടുള്ള ഒരു കൃതി കൂടിയാണ് എന്നുള്ളതാണ്. കിളിയെ കൊണ്ട് പാടിക്കാത്ത ഒരു കിളിപ്പാട്ട് എന്ന അർത്ഥത്തിൽ കൂടെ അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഓക്കെ. മറ്റൊരാൾ ഇരയിമൻ തമ്പിയാണ് അല്ലെ. ഒരു ലേറ്റർ പീരീഡിൽ വന്ന ഒരാളാണ് ഇരയിമൻ തമ്പി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അദ്ദേഹം ഒരു നമുക്ക് 19-ാം നൂറ്റാണ്ടിലേക്ക് കൂടെ നീളുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ഈ ഒരു ആട്ടക്കഥാ പാരമ്പര്യത്തിനകത്ത് നമ്മൾ ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ കീചകവധം, ദക്ഷയാഗം, ഉത്തരാസ്വയംവരം എന്ന് പറയുന്ന കുറെ കൃതികൾ, ധാരാളം കീർത്തനങ്ങളും ഇത്തരം പാട്ടുകൾ, നാടോടി പാട്ടുകളും അല്ലെ താരാട്ട് പാട്ടുകളൊക്കെ എഴുതിയ ഒരാൾ എന്ന രീതിയിലാണ് ഇരയിമൻ തമ്പി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെ നമ്മൾ പരിചയപ്പെടുന്നത്. ഇത്രയും ആളുകളാണ് പ്രധാനമായിട്ടും ആട്ടക്കഥയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഒരു 10 മിനിറ്റോടെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിലാവും. മഹാകാവ്യം എന്ന് പറയുന്ന നമുക്ക് മറ്റൊരു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന കാലഘട്ടത്തിൽ അതിന്റെ ഒരു സ്വരൂപ ഘടന രൂപപ്പെടുകയും അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ഥാപനം അവിടെ ഉണ്ടാവുകയും എന്നാൽ അത് പിന്നീട് ഈ പറയുന്ന ആധുനികതയെ നമ്മൾ അഭിമുഖീകരിച്ച ഘട്ടത്തിനകത്ത് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ആധുനികതയിൽ നിന്ന് ഒന്ന് ഇടം തിരിഞ്ഞ് നടക്കുന്നതിന് വേണ്ടി ഒരു പ്രധാന കാവ്യരൂപമായിട്ട് ഇവിടെ സംസ്കൃതത്തിന്റെ തന്നെ എന്താ പറയാ ഒരു ആധിപത്യം ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ഉപയോഗപ്പെടുത്തിയ ഒരു കാവ്യരൂപമാണ് മഹാകാവ്യം. അതുകൊണ്ടാണ് മഹാകാവ്യം എന്ന് പറയുന്ന ഒരു കാവ്യരൂപം നമ്മുടെ ഒരുപക്ഷെ കാൽപ്പനികതയുടെ ഒരു വലിയ കുതി എന്ന് നമ്മൾ പറയുന്ന പ്രാസവാദം പോലൊരു ഘട്ടത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണമായിട്ട് മഹാകാവ്യമായി മാറിയത്. ഈ മഹാകാവ്യം എന്ന് പറയുന്ന ഒരു രൂപത്തെ രണ്ടുപേരും ഉപയോഗിച്ചത് അല്ലെ. മഹാകാവ്യം എഴുതിക്കൊണ്ട് ദ്വിതീയാക്ഷര പ്രാസത്തെ ഉറപ്പിക്കാനുള്ള ശ്രമം, അങ്ങനെയാണെങ്കിൽ മഹാകാവ്യം എഴുതാൻ കഴിയില്ല, ദ്വിതീയാക്ഷര പ്രാസം ഒന്നും ഇല്ലാതെ മഹാകാവ്യം എഴുതാൻ കഴിയില്ല എന്ന് പറയുന്നൊരു വാദം ഉണ്ടാവുന്നു. അതിനെതിരായിട്ട് ഈ പറയുന്ന പോലെ അതൊന്നും ദീക്ഷിക്കാത്ത മഹാകാവ്യം എഴുതാം എന്ന് പറയുന്ന ഒരു വെല്ലുവിളി ഉണ്ടാവുകയും അതിന്റെ ഭാഗമായിട്ട് കേസിയുടെ മഹാകാവ്യം ഉണ്ടാകും. അങ്ങനെ ആ ഒരു മഹാകാവ്യം അവിടെ ഒരു ഉപകരണമായിട്ട്, അതായത് പാരമ്പര്യത്തിന്റെയും സാമ്പ്രദായികതയുടെയും ഒരു ഉപകരണമായിട്ട്, ആധുനികതയെ അല്ലെങ്കിൽ കാൽപ്പനികതയെ പ്രതിരോധിക്കുന്നതിന്റെ ഒരു ഉപകരണമായിട്ട് മഹാകാവ്യം മാറുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഈ 18-ാം നൂറ്റാണ്ടിൽ നിന്നും 19-ാം നൂറ്റാണ്ടിലേക്ക് കൂടെ എന്താ പറയാ ഒരു തുടർച്ചയുള്ള ഒരു
കാവ്യരൂപമാണ് മഹാകാവ്യം എന്ന് പറയുന്നത് അല്ലെ. മലയാളത്തിലെ ആദ്യ മഹാകാവ്യമായി പരിഗണിക്കപ്പെടേണ്ടത് ഏത് എന്നുള്ളതാണ് അല്ലെ. നമ്മൾ രാമേന്ദ്രവിലാസമാണ് മിക്കവാറും നമ്മുടെ പരീക്ഷകളിലൊക്കെ ചോദിക്കുമ്പോൾ ഉത്തരമായിട്ട് വരുന്നെങ്കിൽ കൂടിയും കൃഷ്ണഗാഥയെ അങ്ങനെ പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു അഭിപ്രായത്തെ കുറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. കാരണം അതിനകത്ത് ദ്രാവിഡ വൃത്തം ഉപയോഗിക്കുന്നു, മഹാകാവ്യവുമായി ബന്ധപ്പെട്ടൊരു സംഗതിയല്ല എന്ന് നമുക്കറിയാവുന്നതാണ് അല്ലെ. മഹാകാവ്യ ലക്ഷണങ്ങൾക്കകത്ത് അല്ലെ ഇത് ചില സംഗതികളൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ. ഇപ്പൊ കാവ്യാദർശത്തിൽ അല്ലെ പിന്നീട് മഹാകാവ്യങ്ങളെ മുഴുവൻ നിർണയിച്ചത് അല്ലെ അതിനകത്ത് 18 കാര്യങ്ങളുടെ വർണ്ണനകൾ ഉണ്ടാവണം എന്നും അല്ലെ. ഇതൊക്കെ അതിനകത്ത് ചില കാര്യങ്ങൾ എടുത്തെടുത്ത് എഴുതുന്നല്ല, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ മഹാകാവ്യമാവും എന്ന ഒരു തെറ്റിദ്ധാരണയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്നും മഹത്തായ ജീവിതത്തിന്റെയും ഈ മഹാന്മാരായ വ്യക്തികളുടെയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഖ്യാനമാണ് മഹാകാവ്യം എന്ന് പറയുന്നത്. വലിയ വംശത്തിന്റെയും മഹത്തായ ഒരു ജീവിതത്തിന്റെയും ആഖ്യാനമായിരിക്കണം മഹാകാവ്യം എന്നുള്ള അതിന്റെ കോർ പോയിന്റിനെ വിട്ടുകളഞ്ഞുകൊണ്ടാണ് അതിന്റെ ഈ ഉപരിതല സ്പർശിയായിട്ടുള്ള ഇത്തരം ചില കാര്യങ്ങളെ യാന്ത്രികമായി പിന്തുടരുന്ന ഒരു 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 എന്താ പറയാ ഒരു എഴുത്ത് ശിക്ഷയായിട്ട് മഹാകാവ്യമായിട്ട് മാറുന്നു എന്നുള്ളതാണ് അല്ലെ. അതിനകത്ത് എത്ര സർഗങ്ങൾ ഉണ്ടാവണം എന്നുള്ളതും ഓരോ സർഗത്തിൽ എത്ര മിനിമം ശ്ലോകങ്ങൾ ഉണ്ടാവണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണ് പിന്നീട് മഹാകാവ്യം എഴുതിയില്ലെങ്കിൽ മഹാകവി ആവില്ല എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവുകയും അല്ലെ. അങ്ങനെ മഹാകവിത്വം കിട്ടാൻ വേണ്ടി പലരും കവിത്രയത്തിനുള്ളിൽ തന്നെ ചില ആളുകൾ മഹാകാവ്യങ്ങൾ എഴുതുകയും മഹാകാവ്യം എഴുതാതെ മഹാകവിയായിട്ട് ഒരാൾ മാറുകയൊക്കെ ചെയ്യുന്നത് അല്ലെ. പിന്നീട് അടുത്തൊരു ഘട്ടം വരുമ്പോൾ എം കൃഷ്ണൻ നായരൊക്കെ പറഞ്ഞ പോലെ 60 വയസ്സ് കഴിഞ്ഞാലാണ് മഹാകവികളാവുക എന്ന രീതിയിൽ അങ്ങനെയുള്ള ചില അപ്പോൾ നമ്മൾ പല ആൾക്കാരെയും മഹാകവി എന്നൊക്കെ വിളിക്കുന്ന രീതിയിലേക്ക് വരികയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ മഹാകാവ്യവുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു കാര്യം. അതിനകത്ത് നായകൻ എന്തായിരിക്കണം, നായിക എന്തായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. പക്ഷെ ഈ പറയുന്ന മഹാകാവ്യത്തിന് വലിയൊരു പാരമ്പര്യമൊന്നും സംസ്കൃതത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. വളരെ എണ്ണത്തിൽ ഒരുപക്ഷെ സംസ്കൃത മഹാകാവ്യങ്ങളും ഭാഷാ മഹാകാവ്യങ്ങളും തമ്മിൽ യാതൊരു കമ്പാരിസണും ഇല്ല. അത്രയേറെ മഹാകാവ്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ വളരെ കുറച്ച് മഹാകാവ്യങ്ങളാണ് ഉണ്ടാവുന്നത്. പക്ഷെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നൈഷധം എന്ന് പറയുന്ന ഒരു കാവ്യമാണ് ഇവിടെയുള്ള മഹാകവികളെയും പൊതുവായി അന്നുണ്ടായിരുന്ന നമ്മൾ ഈ പറയുന്ന മധ്യകാല സാഹിത്യത്തിനകത്തെ നിയോ ക്ലാസിക് എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒരു പ്രവണതയെ പൊതുവായി സ്വാധീനിച്ചത് നൈഷധ രചയിതാവാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, മലയാളത്തിലെ മഹാകാവ്യങ്ങളുടെ ഒരു ലിസ്റ്റും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ പല മഹാകാവ്യങ്ങളുടെയും പ്രത്യേകതയൊക്കെ പറയുമ്പോൾ നമുക്കത് എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിനകത്തുള്ള പ്രധാനപ്പെട്ട മഹാകാവ്യങ്ങളൊക്കെ നിങ്ങൾ ആരാണ് ഓതർ എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവണം. ഓക്കെ, അതാണ് മഹാകാവ്യവുമായി ബന്ധപ്പെടുത്തിയ ഒരു കാര്യം. രാമേന്ദ്രവിലാസം ഏതിനകത്താണ് പ്രസിദ്ധീകരിച്ചത് എന്ന് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. സാധാരണ കവനകൗമുദിയോ അല്ലെങ്കിൽ രസികരഞ്ജനിയോ അല്ലെങ്കിൽ കവനോദിയോ ഒക്കെയാണ് നമ്മുടെ ഉത്തരമായിട്ട് സാധാരണ വരാറുള്ളത്. മലയാളി എന്ന് പറയുന്നൊരു മാസികയിലാണ് ഈ പറയുന്ന കൃതി ആദ്യം 21 സർഗങ്ങളും അതുപോലെ 1800-ലധികം പദ്യങ്ങളൊക്കെയുള്ള ഈ ഒരു ബൃഹത്തായ കൃതി വരുന്നത് എന്ന് പറയുന്നത് അല്ലെ. രാമേന്ദ്രവിലാസം ഏത് കൃതിയാണ് അവലംബമാക്കുന്നത് എന്നുള്ള ചോദ്യം. രാമായണം ചെമ്പുവിനെയാണ്, നൈഷധമാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അധ്യാത്മ രാമായണമാണോ, രഘുവംശമാണോ എന്നത്. ഭോജന്റെ രാമായണം ചെമ്പുവിനെയാണ് അത് അവലംബമാക്കുന്നത് എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, പാന എന്ന് പറയുന്ന ഒരു സാഹിത്യ രൂപത്തെ കൂടെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിട്ട് നമുക്ക് ബാക്കി അടുത്ത ദിവസം കാലത്ത് നമുക്ക് തീർക്കാം. ഓക്കെ, പാന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സവിശേഷമായിട്ടുള്ള ഗാനശാഖ ഇവിടെ ഉണ്ടായത് എന്നുള്ളത് മറ്റ് രൂപങ്ങളിൽ അല്പം വ്യത്യസ്തമാണ്. കാരണം നമുക്ക് അങ്ങനത്തെ ഒരു പാന എന്ന് പറയുന്ന ഒരു ഗാന പാരമ്പര്യം നമ്മുടെ തമിഴ് സാഹിത്യത്തിൽ ഇല്ല. അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു നാടോടി സാഹിത്യ പാരമ്പര്യത്തിനകത്തും പാന എന്ന് പറയുന്ന ഒരു ഗാന പാരമ്പര്യം അല്ലെങ്കിൽ സാഹിത്യ പാരമ്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറിച്ച് പാന എന്ന് പറയുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു. ആ ചടങ്ങിന് മറ്റെല്ലാ കാളി സേവകളെയും പോലെ അല്ലെങ്കിൽ ഇത്തരം കാളി നാടകങ്ങളിലൊക്കെ പോലെ തന്നെ അതിൻ്റെ ചില സ്തോത്രങ്ങളും മറ്റൊക്കെ ഉണ്ടായിരുന്നു എന്നത് മാറ്റി നിർത്തിയാൽ പാനയ്ക്ക് അങ്ങനെ പാരമ്പര്യങ്ങളൊന്നും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ നാടോടിയായ ഒരു അനുഷ്ഠാനത്തിന്റെ സംഗതിയിൽ നിന്നാണ് അത് പൂന്താനം അങ്ങനത്തെ ഒരു സംഗതിയെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെ. അപ്പൊ നാടോടി പാട്ടുകളിൽ നിന്ന് വികസിച്ച ഒരു കാവ്യരൂപമാണ് എന്ന് നമുക്ക് സാമാന്യമായിട്ട് പറയാം. അത് ഈ അർത്ഥത്തിലാണ് പറയുന്നത്. കാവുകളിലെ ഒരു അനുഷ്ഠാനമാണ് ഇത്, തമിഴിലൊന്നുള്ളൊരു സാധനമല്ല. ആ അനുഷ്ഠാനത്തിൽ പാടുന്ന
തോറ്റം പാട്ടുകളിൽ നിന്നൊക്കെയാണ് ഈ സാധനം ഉണ്ടാകുന്നത് എന്നുള്ളത് അല്ലെ. സങ്കീർത്തന മഹാത്മ്യം തന്നെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയും, അതുപോലെ തന്നെ ആ ജ്ഞാനപ്പാനയെ ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളത് പറയണ്ടായി. ജ്ഞാനപ്പാന, സന്താനഗോപാലം, ഭാഷാകർണാമൃതം എന്നൊക്കെ പറയുന്ന കൃതികളാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ. പിന്നെ ഈ ചില ദേവീ സ്തുതികളൊക്കെ, തിരുമാന്താംകുന്നമ്മയെ സ്തുതിക്കുന്ന ഘനസംഘം പോലുള്ള സംഗതികൾ, പിന്നെ ചില കീർത്തനം, അമ്പാടി തന്നെയുള്ള ഉണ്ണി എന്നൊക്കെ പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള, വളരെ പോപ്പുലർ ആയിട്ടുള്ള അത്തരം ചില പാട്ടുകളൊക്കെ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് എന്നറിയാം അല്ലെ. അത് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന കീർത്തന മഹാത്മ്യം എന്ന് പറയുന്ന ഒരു കാര്യം, അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഗഹനമായിട്ടുള്ള തത്വചിന്തകളൊക്കെ ലളിതമായിട്ടുള്ള രീതിയിലേക്ക് അവതരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു രീതി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഭക്തിപ്പാന എന്ന് പറയുന്ന സംഗതി അങ്ങനെയാണ് പ്രയോഗം വരുന്നത്. ജനകീയമായ ഒരു ശൈലി എന്ന് പറയുന്നത്, അതോടൊപ്പം തന്നെ സാമൂഹ്യ വിമർശനത്തിൻ്റെതായ കുറേ വഴികൾ ഈ പറയുന്നത് ലൗകിക ജീവിതത്തിന്റെ വ്യർത്ഥതയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പല വരികൾക്കകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഈ ഒരു പാനയുടെ ആ ഒരു സവിശേഷമായിട്ടുള്ള ഭക്തി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രബോധകാത്മകമായിട്ടുള്ള മതപ്രബോധകാത്മകമായ എലമെന്റിനെയാണ് ഇവിടുത്തെ മിഷണറിമാർ സ്വീകരിച്ചതെന്നുള്ളത്. അവിടെ മതപ്രചാരണവുമായി ബന്ധപ്പെട്ട് അത്തരം ചില സംഗതികൾക്ക് അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ടാണ് അർണോസ് പാദ്രി. ഇപ്പൊ അർണോസ് പാദ്രിയുടെ കൃതികൾക്കകത്ത് അദ്ദേഹം ഈ പാന എന്ന് പറയുന്ന ഒരു സാധനത്തെ അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം ഉപയോഗിക്കുകയും ഈ പറയുന്ന ബൈബിളിലെയും മറ്റുമൊക്കെയുള്ള പലതരം കഥാസന്ദർഭങ്ങളെയും ഒക്കെ പാനയിലേക്കോ അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റു പല നാടോടി ഗാനശാഖയിലേക്കൊക്കെ കൊണ്ടുവരികയും ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അല്ലെ. അപ്പൊ അദ്ദേഹം ഭാഷയിൽ ചെയ്തിട്ടുള്ള സേവനങ്ങൾ പോലെ തന്നെ പ്രധാനമാണ് സാഹിത്യത്തിൽ ചെയ്ത സേവനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കൃതി എന്ന് പറഞ്ഞാൽ പുത്തൻപാന എന്ന് പറഞ്ഞ കൃതിയാണെന്ന്, യേശുവിന്റെ ജീവിതത്തെ കുറിച്ചുള്ള അല്ലെ, ഇപ്പൊ മിശിഹായുടെ ഗാനം അല്ലെങ്കിൽ രക്ഷാ ചരിത കീർത്തനം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന അല്ലെ. പിന്നെ ഉമ്മാടെ ദുഃഖം എന്ന് പറഞ്ഞ മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യം എന്ന് നമ്മൾ പറയുന്ന ഉമ്മാടെ ദുഃഖം എന്ന് പറയുന്ന കൃതി ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഈ പാന എന്ന് പറയുന്നതിനെ ഒരു സവിശേഷമായ സാഹിത്യ പ്രസ്ഥാനമായിട്ട് പിന്നീട് വികസിക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. അത് ഈ പറയുന്ന മതപ്രബോധനത്തിന്റെ ഒരു തലത്തിലാണ് അത് പ്രവർത്തിച്ചത് എന്നും കാണാൻ കഴിയും. ഓക്കെ, വഞ്ചിപ്പാട്ട് എന്ന് പറയുന്ന രൂപവും കൂടെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. രാമപുരത്ത് വാര്യരാണ്, നമുക്കറിയാവുന്നതുപോലെ. വഞ്ചിപ്പാട്ട് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഈ പറയുന്ന വഞ്ചി തുഴയുമ്പോൾ പാടുന്ന ഈ പറയുന്ന ഒരു തരം പാട്ട് എന്നല്ലാതെ അപരിഷ്കൃതമായ ഒരു പാട്ട്, അതിനുള്ള കീർത്തനങ്ങളിലൊക്കെ അല്ലാതെ അതിനെ ഒരു സാഹിത്യ രൂപമായി കൊണ്ടുവരിക, അതിനെ ഒരു ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തുക, അങ്ങനെയൊക്കെയുള്ള ചില പ്രയോഗങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ കുചേലവൃത്തം പഠനങ്ങൾക്കകത്ത് കാണാം. അതിനെ ഒരു ക്ലാസിക്കലായ സംഗതിയിലേക്ക് ഉയർത്തി എന്നൊക്കെ പറയുന്നത് അല്ലെ. എന്തായാലും ഈ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ആവശ്യപ്പെട്ട പ്രകാരമായിരുന്നു അതൊരൊറ്റ തോണി തുഴയലിനകത്ത് ഉണ്ടായ ഒരു ദ്രുതകവിതയാണെന്നൊക്കെ പറയുന്ന പലതരം കഥകൾ അതിനെക്കുറിച്ചുണ്ട് അല്ലെ. നദോന്നത എന്ന് പറയുന്ന ഒരു വൃത്തത്തെ നമ്മുടെ സാഹിത്യത്തിനകത്തേക്ക് കൊണ്ടുവന്നത് അദ്ദേഹമാണ് എന്ന് നമുക്കറിയാം അല്ലെ. സുധാമ ചരിത്രം ആസ്പദമാക്കി വന്ന് ആ കാലഘട്ടങ്ങളിൽ നമുക്ക് നോക്കി കാണാൻ കഴിയും. കുചേല വൃത്തങ്ങൾക്ക് ഒരുപാട് അതിനകത്ത് വളരെ ഭാഗവത്തിനകത്ത് ഇങ്ങനെ പറഞ്ഞു പോകുന്ന അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് ചില സംഗതികളൊക്കെ പറഞ്ഞു പോകും, പിന്നീട് കാണാൻ വരുന്ന ചില സംഗതികളാണെങ്കിലും ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിനകത്ത് ഈ രാജാക്കന്മാരെ ആശ്രയിച്ച് നിൽക്കുന്ന ആശ്രിത കവികളുടെ ഒരു കാലത്തിനകത്ത് ഈ കുചേല വൃത്തം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രമേയമായിട്ട് വരുന്നത് കാണാൻ കഴിയും. പല സാഹിത്യ രൂപങ്ങളിലും കുചേല വൃത്തങ്ങളുടെ ആവിഷ്കാരം ഉണ്ടാവുന്നുണ്ട്. അത് പക്ഷെ അതിന്റെ കഥ തന്നെയായിരിക്കാം ഈ പറയുന്ന കുചേലനെ ഒരു നിമിഷം കൊണ്ട് കുബേരനാക്കിയ ഈ ഒരു എന്താ പറയാ സൗഹൃദത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒരു വാത്സല്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ ഒരു കഥ, തങ്ങളുടെ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കാൻ ഈ പറയുന്ന തങ്ങൾ ആശ്രിതരായ തങ്ങളുടെ ഈ ഒരു ദാരിദ്ര്യത്തെ ഇല്ലാതാക്കാൻ ഈ പറയുന്ന മഹാരാജാവ് കനിഞ്ഞെങ്കിലോ എന്നൊക്കെ തോന്നിയായിരിക്കാം മിക്കവാറും ഈ പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഈ കുചേലവൃത്തം ധാരാളമായിട്ട് ഇങ്ങനെ വരുന്നത് കാണാൻ കഴിയും. അത് ഏതാണ്ട് എല്ലാ സാഹിത്യ രൂപങ്ങൾക്കകത്തും കുചേലവൃത്തം എന്ന് പറയുന്ന ഒരു കഥ പ്രമേയമായിട്ട് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, വഞ്ചിപ്പാട്ടിൽ വേറെയും ചില കൃതികൾ ഉണ്ടെങ്കിൽ കൂടിയും അതിനൊന്നും സാഹിത്യകൃതി എന്ന പദവിയിലേക്ക് എത്താൻ വരുന്ന കൃതികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ചില ചോദ്യങ്ങൾ കൂടെ നമുക്കൊന്ന് ഓടിച്ചൊന്ന് പോവാം. എഴുത്തച്ഛൻ കണ്ടെത്തിയ വൃത്തം ഏതാണ് എന്നുള്ളത് ആണ് അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ഒരു സംഗതിയാണ്. ഉള്ളൂർ പറയുന്നത് അനുസരിച്ചിട്ടാണ് ഈ ചോദ്യം അല്ലെ. ഏതാണ് വൃത്തം അറിയാവോ? അന്നനടയാണ് എന്നാണ് ഉള്ളൂർ പറയുന്നത് അല്ലെ. പക്ഷെ അത് ഈ പറയുന്ന പോലെ കമ്പരാമായണത്തിലും ബാനതോറ്റങ്ങളിലൊക്കെ ഈ വൃത്തം ഉണ്ട് എന്നാണ് കേനെഴുത്തച്ഛനെ പോലുള്ളവരൊക്കെ പറയുന്നത്. പക്ഷെ നമ്മുടെ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്നുള്ള രീതിയിൽ ഉള്ളൂരാണല്ലോ എന്ന രീതിയിൽ നമുക്ക് ആ ഉത്തരം എഴുതാവുന്നതാണ്.
ഭക്തിയേക്കാൾ കാവ്യാത്മകതയാണ് കൃഷ്ണഗാഥയിൽ മുന്തി നിൽക്കുന്നത് എന്ന് പറഞ്ഞത് ആരാണ് എന്നുള്ളതാണ് ഉത്തരം. സ്ലൈഡിൽ തന്നെ വിട്ടുപോയിട്ടുണ്ട്. ചേലനാട്ട് അച്യുതമേനോനാണ്. ഓക്കെ, പക്ഷെ നമ്മുടെ ഗാന പാരമ്പര്യത്തെ കുറിച്ചൊക്കെ നല്ല വലിയ ധാരണ ഉണ്ടായിരുന്ന ഒരാളാണ്, നമുക്കറിയാം. ഇതും ഞാൻ സ്ലൈഡ് ചെയ്ത സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യാൻ വിട്ടുപോയത് കൊണ്ടാണ്. അല്ലെ, പുതുമലയാൺമതൻ മഹേശ്വരൻ എന്നൊക്കെ പറയുന്ന ലീലാവതിയൊക്കെ നിരന്തരമായിട്ട് എടുത്ത് ഉപയോഗിച്ചിട്ടുള്ള, അല്ലെ, തുഞ്ചൻ പറമ്പിൽ പോലുള്ള കവിതകളൊക്കെ, അല്ലെ, വള്ളത്തോളിനെ ഓർമ്മയുണ്ടാവണം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണത്. അടുത്ത ഇതും അതേപോലെ തന്നെ ഒരു ചോദ്യമാണ്. നമുക്ക് എഴുത്തച്ഛനെടുത്ത ഭാഷാ ക്രമക്കണക്കേശ്വരണം നമ്മുടെ സാഹിത്യരത്നങ്ങളിലൊക്കെ നിരന്തരമായിട്ട് കോട്ട് ചെയ്യപ്പെട്ടുള്ള, അത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പറഞ്ഞതാണോ അല്ലയോ എന്നുള്ള സംഗതിയൊക്കെ ഉണ്ട്. അദ്ദേഹം തന്നെ ഇതിനും കോട്ടിങ്ങിന്റെ സ്വഭാവത്തിലാണ് വരുന്നത്, അല്ലെ, കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ പ്രയോഗം എന്ന് പറയുന്നത്. ഓക്കെ, എഴുത്തച്ഛന്റെ കല എന്ന് പറയുന്ന കൃതിയുടെ കർത്താവ് ആരാണ് എന്നുള്ളതാണ്, അല്ലെ. എഴുത്തച്ഛന്റെ കല എന്ന് പറയുന്ന കൃതിയുടെ കർത്താവ് ആരാണ്? അപ്പോൾ പ്രധാനപ്പെട്ട ചില കൃതികളുടെ അതിനകത്ത് ഞാൻ ഓപ്ഷനൊക്കെ സ്ലൈഡ് ചെയ്തപ്പോൾ തെറ്റിയതാണ്. പി കെ ബാലകൃഷ്ണനാണ്. ഓക്കെ, അത് കറക്റ്റ് ചെയ്തിട്ടില്ല. സ്ലൈഡ് ഒന്നും കോപ്പി ചെയ്തിട്ടുണ്ട്. അല്ലെ, എഴുത്തച്ഛനെ കുറിച്ചുള്ള ചില പുസ്തകങ്ങളുടെ ഓർമ്മയൊക്കെ ഉണ്ടാവണം. എഴുത്തച്ഛന് മുമ്പും ബിമ്പും എന്ന് പറയുന്ന സി കെ ചന്ദ്രശേഖരൻ നായരുടെ ഒരു പുസ്തകമുണ്ട്. എഴുത്തച്ഛൻ പഠനങ്ങൾ എന്ന് പറയുന്നൊരു എഴുത്തച്ഛൻ പഠനങ്ങളുടെ തുഞ്ചൻ പ്രബന്ധങ്ങൾ പോലുള്ള സംഗതി എഡിറ്റ് ചെയ്ത സംഗതികൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെ. അതുപോലെ കെ രാഘവൻ പിള്ളയുടെ അതുണ്ട്. പിന്നെ എഴുത്തച്ഛനെ കുറിച്ച് ഞാൻ നേരത്തെ ചേലനാട്ടിനെ കുറിച്ച് പറയേണ്ട എഴുത്തച്ഛൻ ആൻഡ് ഹിസ് ഏർലി ഏജ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗവേഷണ സ്വഭാവമുള്ള പഠനം ഉണ്ടാവുന്നുണ്ട്. മലയാള സാഹിത്യ നായകന്മാർ എന്നുള്ള സീരീസിൽ എഴുത്തച്ഛനെ കുറിച്ച് തയ്യാറാക്കിയത് ONV ആണ്, നമുക്കറിയാം, അല്ലെ. കിളിപ്പാട്ടിനെ കുറിച്ച് ഉള്ള മറ്റേ N മുകുന്ദനെ പോലുള്ള ആളുകളുടെ ഒക്കെ പഠനങ്ങളും അങ്ങനെ എഴുത്തച്ഛന്റെ ചില പഠനങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. ഓക്കെ, ഈ ചോദ്യവും ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ചില മറ്റേ എന്താ പറയാ കോട്ടുകളൊക്കെ എടുത്തുകൊണ്ട് ആരാണ് പറഞ്ഞതെന്ന് ചോദിക്കാറുണ്ട്. ഉള്ളൂരാണ് ഇത് പറഞ്ഞത്. സാഹിത്യ ചരിത്രങ്ങളിലാണ് ഇത്തരം പ്രയോഗങ്ങളൊക്കെ കാണുന്നത്. അതുകൊണ്ട് എല്ലാ സാഹിത്യ ചരിത്രങ്ങളിലും ഈ പറയുന്ന, പ്രത്യേകിച്ച് ഈ പറയുന്ന കാലഘട്ടത്തിലെ എഴുത്തുകാരെ കുറിച്ച് ഉള്ള ഒരു ചോദ്യങ്ങളൊക്കെ വരുന്നത് അവരെ കുറിച്ചുള്ള സാഹിത്യ ചരിത്രകാരന്മാരുടെ ചില അഭിപ്രായങ്ങളും മറ്റു ചില സംഗതികളൊക്കെ ആയിട്ടാണ് വരുന്നത്. അല്ല, കൃതികൾക്കകത്ത് കടന്നുകൊണ്ടുള്ള ചോദ്യങ്ങൾ, കാരണം അതൊക്കെ ഏതാണ്ട് വിവർത്തന സ്വഭാവത്തിലുള്ള കൃതികളായതുകൊണ്ടൊക്കെ അത്തരം ചോദ്യങ്ങളല്ല കൂടുതലായിട്ടും വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഒരു ചോദ്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം സമയം. ഓക്കെ, ഈ പറയുന്നത് എപ്പോഴും തെറ്റാൻ സാധ്യതയുള്ള ഒരു, പക്ഷെ കണ്ണാടി കാണുമ്പോളോ എന്ന് പറയുന്നത് പിന്നീട് പുസ്തകങ്ങളുടെ ഒക്കെ ശീർഷകമായൊക്കെ വന്നതുകൊണ്ട് കുറെയൊക്കെ നമുക്ക് അറിയാം. പക്ഷെ നമ്മൾ എപ്പോഴും ഈ പറയുന്ന പൂന്താനമെന്നോ അല്ലെങ്കിൽ കുഞ്ചൻ നമ്പ്യാർ എന്നൊക്കെ തെറ്റാൻ സാധ്യതയുള്ള വരികളാണ്, എഴുത്തച്ഛന്റെ വരികളാണ് ഇത് എന്ന് പറയുന്നത്. എഴുത്തച്ഛന്റെ ഹാസ്യം വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന ഒരാളാണ് എന്നും സാമൂഹ്യ വിമർശനവും വളരെ സൂക്ഷ്മമായിട്ട് ഉപയോഗിക്കുന്ന ആളാണെന്നും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അപൂർവമായ അത്തരം ചില പരാമർശങ്ങൾ എടുത്തുകൊണ്ടുള്ള ചോദ്യങ്ങളും ഉണ്ടാവാറുണ്ട്. ഓക്കെ, പുകയില മഹാത്മ്യം എഴുതിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം, അല്ലെ. അതും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, അല്ലെ. ഈ കാലത്തുണ്ടായിട്ടുള്ള എന്താ പറയാ ഒരു ഞാൻ നേരത്തെ പറയേണ്ട ഇങ്ങനെയുള്ള ചില ഈ പറയുന്ന കിളിപ്പാട്ടടക്കമുള്ള സാഹിത്യ രൂപങ്ങളെയൊക്കെ മറ്റു പലതരത്തിൽ ഉപയോഗിച്ചിട്ടുള്ള അത്തരം പാരഡികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സംഗതികൾ ഉണ്ട്. അതിനകത്തൊന്നാണ് പുകയില മഹാത്മ്യം എന്ന് പറയുന്ന നാലപ്പാടിന്റെ കൃതി എന്ന് പറയും. ഓക്കെ, നമുക്ക് നിർത്താൻ തോന്നുന്നു. മറ്റു ചോദ്യങ്ങളൊക്കെ ഞാൻ അതിന്റെ മെറ്റീരിയലായിട്ട് നിങ്ങൾക്ക് പിന്നീട് തരാം. ഓക്കെ.